ബാലാക്യധികരണം. ജഗത് വാചിത്വാത് സൂത്രം 16. ജഗത് വാചിത്വാത്, ജഗത്തിനെ പറയുന്നതായിട്ട് കാണപ്പെടുന്നതുകൊണ്ട്. ഇത് കൗശീതകി ബ്രാഹ്മണത്തിൽ ബാലാകിയും അജാതശത്രുവും തമ്മിലുള്ള സംവാദത്തിലെ ഒരു ശ്രുതിവാക്യമാണ് ഈ അധികരണത്തിലെ വിഷയം. യോ വൈ ബാലാക ഏതേഷാം പുരുഷാണാം കർത്ത യസ്യ വൈ തത്കർമ്മ സ വൈ വേദിതവ്യഃ. ഇപ്പോൾ അജാതശത്രുവും ബാലാകിയും തമ്മിലുള്ള സംവാദം. ഇവിടെ ഈ ബാലാകെ, ഈ പുരുഷന്മാരുടെ ആദിത്യ, ചന്ദ്ര, വിദ്യുത്, മേഘം, ആകാശം, വായു, അഗ്നി ഇവയുടെ ഉള്ളിലിരിക്കുന്ന പുരുഷന്മാരുടെ കർത്താവ് ആരാകുന്നു, ഇതാരുടെ കർമ്മമാകുന്നു, ആ കർത്താവിനെ തന്നെയാണ് അറിയേണ്ടത്. ഇതാണ് ശ്രുതി. ഏതേഷാം പുരുഷാണാം, ഈ പുരുഷന്മാരുടെ. അപ്പോൾ ഈ പുരുഷന്മാരെന്ന് പറഞ്ഞിരിക്കുന്ന ഇവരാണ് ആദിത്യൻ, ചന്ദ്രൻ, വിദ്യുത്ത്, മേഘം, ആകാശം, വായു, അഗ്നി ഇവയുടെ ഉള്ളിലിരിക്കുന്ന പുരുഷൻ. അതാണ് ഏതേഷാം പുരുഷാണാം കർത്ത യസ്യ വൈ തത്കർമ്മ. കർത്താവ്, ഇവരുടെ കർത്താവാരാകുന്നു. തത്കർമ്മ യസ്യ വൈ, ഇതാരുടെ കർമ്മമാകുന്നു, ആ കർത്താവിനെയാണ് അറിയേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ചോദ്യം ഇതാണ്: ഇത് ജീവനാണോ അതോ പരമാത്മാവാണോ ഭോക്താവാണോ, എന്താണ് അവിടെ ഉള്ളതെന്നുള്ളതാണ് ചോദ്യം. അപ്പം ബാലാകിയെടുത്ത് അജാതശത്രുവിൻ്റെ ഉപദേശമാണ്. സുഷുപ്ത്യാവസ്ഥയിൽ അഥാസ്മിൻ പ്രാണ ഏക ഏവ ഏകഥാ ഭവതി. അപ്പോൾ ഇവിടെ ഈ ചന്ദ്രൻ, ആദിത്യൻ തുടങ്ങിയ ഈ ഇവരിലുള്ളിലുള്ള പുരുഷൻ, നമുക്ക് ദൃഷ്ടിഗോചരമാകുന്ന ചന്ദ്രാഭിമാനിയായ ദേവതയാണ് ഇവിടുത്തെ ചന്ദ്രപുരുഷൻ എന്ന് പറയുന്നത്. ആ പുരുഷൻ്റെ കർത്താവാരാണ്, ഇതാണ് ചോദ്യം. അതേമാതിരി ഈ ജഗത് മുഴുവൻ സൃഷ്ടിച്ചത് ആരുടെ കർമ്മമാകും, ഈ തരത്തിലുള്ളതാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഇവിടുത്തെ സന്ദർഭം എന്ന് പറയുന്നത് മുഖ്യപ്രാണനാണോ ജീവാത്മാവാണോ, ഇങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള സംശയങ്ങളാണുള്ളത്. അപ്പോൾ ഇവിടെ ഇതാരുടെ കർമ്മമെന്ന് പറയുമ്പോൾ ഒരു കർമ്മ പ്രാണനോട് സംബന്ധിച്ചിരിക്കുന്നു. അപ്പോൾ അതുവഴിയായിട്ട് ഇത് പ്രാണനെ ഉദ്ദേശിച്ചാണോ പറഞ്ഞിരിക്കുന്നത്, ഇതാണ് ഒരു സംശയം കിടക്കുന്നത്. അഥ അസ്മിൻ പ്രാണേ ഏവ ഏകതാ ഭവതി. അപ്പോൾ ഈ പ്രാണനാണ് എല്ലാം, ചലലക്ഷണമായ കർമ്മം പ്രാണനെ ആശ്രയിച്ചിരിക്കുന്നതാൽ എല്ലാം പ്രാണനിലാണ് ഏകീഭൂതമാവുന്നത്. ഇപ്രകാരമുള്ള ഒരു ശ്രുതിവാക്യമുണ്ടല്ലോ, അഥാസ്മിൻ പ്രാണേ ഏവ ഏകതാ ഭവതി. പ്രാണനിലെല്ലാം ഏകീഭൂതമായിരിക്കുന്നു. എങ്ങനെ? അപ്പോൾ ഈ പ്രാണനാണ് ഇവരുടെ എല്ലാം കർത്താവ്, ഇപ്രകാരം ഒന്ന് എടുത്തുകൂടെ? ഇങ്ങനെയാണ് ഇതിനകത്ത് സംശയം വരുന്നത്. അപ്പം ഇവിടെ ഈ പ്രാണനെയും ജീവന് ഭോക്താവ് ഇങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങളുടെ മേഖലയാണ്. ആ സംശയ നിവൃത്തി വരുത്താൻ വേണ്ടിയിട്ട് ഈ അജാതശത്രു ബാലാകിയെ ഉറങ്ങിക്കിടക്കുന്ന ഒരുവൻ്റെ സമീപത്തിൽ കൊണ്ടുപോയി നിർത്തിയ ശേഷം അവൻ്റെ പേര് വിളിച്ചു. അവൻ ഉണർന്നില്ല. പിന്നീട് അവനെ തട്ടി ഉണർത്തി. ഈ തട്ടി ഉണർത്തി പേര് വിളിച്ചിട്ട് ഉണരാതിരിക്കുകയും തട്ടി വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഉണരുകയും ചെയ്തു. ഈ ദൃഷ്ടാന്തം കാണിച്ചിട്ട് ഇതിൽ പ്രാണനാണ് എങ്കിൽ, അതായത് ഇവൻ്റെ ചേതന എന്ന് പറയുന്നത് പ്രാണനാണെന്നുണ്ടെങ്കിൽ ഇവൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഉണരണമായിരുന്നു. പക്ഷെ അവന് ഉണർന്നില്ല എന്ന്.
അതുകൊണ്ട് ഈ ഭോക്താവ് എന്ന് പറയുന്നത് പ്രാണനിൽ നിന്ന് അന്യമായ ജീവനാണെന്ന് ധരിപ്പിച്ചു എന്ന്. ഇതാണ് ഇതിനകത്തെ സാരം എന്ന് പറയുന്നത്. തദ്യഥാ സൃഷ്ടി സ്വൈർഭുങ്ക്തേ യഥാ വാ സ്വാഹ സൃഷ്ടിനം ഭുഞ്ചന്തി ഏവമേവ യേശ പ്രജ്ഞാത്മാ ഏതൈഃ ആത്മഭിർഭുങ്ക്തേ ഏവമേവ ഏതേ ഏവം ആത്മാനം ഭുഞ്ചന്തി. അപ്പോൾ ഈ ജീവാത്മാവിൻ്റെ സ്ഥിതി ഇതാണ്. പ്രധാനി തൻ്റെ ജ്ഞാതികളാലും ദാസന്മാരാലും രക്ഷിക്കപ്പെടുന്നു. തദ്യഥ എപ്രകാരമാണോ സൃഷ്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് യജമാനനാവ അല്ലെങ്കിൽ പ്രധാനിയായിട്ടുള്ള വ്യക്തിയാവാം. തദ്യഥാ സൃഷ്ടി സ്വൈഹി ഭുങ്ക്തേ. അപ്പോൾ ഇവിടെ സ്വൈഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വജനങ്ങളാൽ ഭുങ്ക്തേ അവരാൽ ഇവിടെ ഭുങ്ക്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. ദാസന്മാരാലും സ്വജനങ്ങളാലും ഒക്കെ ഇവിടെ പ്രധാനിയായിട്ടുള്ള വ്യക്തി രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. യഥാവാ സ്വാഹ സൃഷ്ടിനം ഭുഞ്ചന്തി. അതേമാതിരി തന്നെ സ്വാഹ എന്ന് പറയുന്നത് ഈ സ്വജനങ്ങൾ ശ്രേഷ്ഠിനം ഭുഞ്ചന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കുന്നു. ഈ ശ്രേഷ്ഠനായിട്ടുള്ള ഈ വ്യക്തിയെ പരിചാരകന്മാർ സ്വജനങ്ങൾ അവരെ രക്ഷിക്കുന്നു, ബന്ധുക്കളെല്ലാം രക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു പരസ്പരം ഒരു രക്ഷ കാണുന്നു. ഇതേപോലെ ജീവന് ഏവമേവ യേശ അപ്രകാരം തന്നെ യേശ പ്രജ്ഞാത്മാ ഏതൈഃ ആത്മഭിഃ. അതേമാതിരി ഈ പ്രജ്ഞാത്മാ ഏതൈഃ ആത്മഭിഃ ഈ ആത്മഭിഃ പ്രാണാദികളായ ആത്മാക്കളാൽ എന്നുള്ള പ്രയോഗമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. പ്രാണാദികളാൽ എന്ന് അർത്ഥം. ഏതഭിഃ ഏവമേവ യേശ പ്രജ്ഞാത്മാ ഏതൈഃ ആത്മഭിഃ. അപ്പോൾ ഇവിടെ പ്രജ്ഞാത്മാ എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആത്മഭിഃ ഏതൈഃ ഈ ആത്മാക്കളാൽ എന്ന പ്രയോഗം കൊടുത്തിട്ടുണ്ടല്ലോ. ഈ ആത്മാക്കളാൽ എന്ന പ്രയോഗം കൊടുത്തിരിക്കുന്നത് ഈ പ്രജ്ഞാത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാത്തിനെയുമാണ് ഇവിടുത്തെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ പ്രാണാദികൾ എന്ന് പറയുന്നത്. പ്രാണാദികളെ ഇവിടെ ആത്മാ ശബ്ദം കൊണ്ട് തന്നെ പ്രയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഏതൈഃ ആത്മഭിഃ ഭുങ്ക്തേ. അതേമാതിരി ഏവമേവ ഏതമാത്മാനം ഭുഞ്ചന്തി. അപ്രകാരം ഈ പ്രജ്ഞാത്മാവിനെ പ്രാണങ്ങൾ രക്ഷിക്കുന്നു, പ്രാണങ്ങളെ പ്രജ്ഞാത്മാവും രക്ഷിക്കുന്നു എന്ന്. അപ്പോൾ ഇത് നമ്മൾ കേട്ട് കഴിയുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ മനസ്സിൻ്റെയും നമ്മുടെ ബുദ്ധിയുടെയും നമ്മുടെയുമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ആരെ രക്ഷിക്കുന്നു എന്നുള്ളതാണ്. പ്രാണങ്ങൾ ജീവാത്മാവിനെ രക്ഷിക്കുന്നു, പ്രാണങ്ങൾ ആത്മാവിനെ രക്ഷിക്കുന്നുവോ അതോ ആത്മാവ് പ്രാണങ്ങളെ രക്ഷിക്കുന്നുവോ? രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷിക്കുന്നു എന്നുള്ളതാണ്. പ്രാണങ്ങളുണ്ടെങ്കിലേ ആത്മാവ് നിൽക്കത്തുള്ളൂ, ആത്മാവുണ്ടെങ്കിലേ പ്രാണങ്ങൾ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇപ്രകാരം ഇവിടെ നമുക്കൊരു പരസ്പരാശ്രയത്വം എന്ന വണ്ണം കാണാം എന്ന്. അതായത് ഇവിടെ സശരീരനായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഈ ജീവൻ ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്രകാരം ഒരു പരസ്പരാശ്രയത്വം നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രാണനെ ഭരിക്കുന്നത് കൊണ്ട് ജീവനെ പ്രാണൻ എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് പല സന്ദർഭത്തിലും പ്രാണൻ പോയി എന്ന് പറയും. അപ്പം പ്രാണൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണനെ ഭരിക്കുന്നത് കൊണ്ട് ജീവനെ പ്രാണൻ എന്ന് പറയുന്നു. അപ്പം ജീവൻ പോകുന്നതിനെയാണ് ചില സന്ദർഭത്തിൽ പ്രാണൻ പോയി എന്ന് പറയുന്നു. അപ്പം ചിലപ്പോൾ നമ്മൾ ജീവൻ പോയി എന്ന് പറയുന്നു, ചിലപ്പോൾ നമ്മൾ പ്രാണൻ പോയി എന്ന് പറയുന്നു. നമ്മളപ്പോൾ ഇവിടെ നമ്മൾ ജീവനെയും പ്രാണനെയും ഒന്നായിട്ട് എടുക്കുന്നു. പക്ഷേ ഇപ്രകാരം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ജീവനാണ് പ്രാണനെ ഭരിക്കുന്നത്. അതുകൊണ്ട് സാധാരണഗതിയിൽ ചിലപ്പോൾ പ്രാണൻ പോയി കഴിഞ്ഞാൽ ജീവൻ പോയി എന്നുള്ള പ്രയോഗം വന്നു പോയതാണ് എന്ന്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളത് ജീവനുമുണ്ട്, അതേമാതിരി മുഖ്യപ്രാണനുമുണ്ട്. അപ്പോൾ ഈ ആദിത്യാദികളിൽ ആദിത്യൻ, ചന്ദ്രൻ ഇങ്ങനെയുള്ള ഈ ജ്യോതിസ്സുകളുണ്ടല്ലോ, ജ്യോതിരൂപങ്ങളുണ്ടല്ലോ. അതേമാതിരി ആദിത്യന്, ചന്ദ്രന്, വിദ്യുത്ത്, മേഘം, ആകാശം, വായു, അഗ്നി, ഇവരുടെ എല്ലാം ഉള്ളിലൊരു പുരുഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം ഉള്ളിലുള്ള പുരുഷൻ എന്ന് പറയുന്നത് ദേവത എന്നുള്ളതാണ്, ദേവാത്മ. അപ്പോൾ ഈ
സോറി ഈ ഇപ്പം ആദിത്യാന്തർഗതനായ പുരുഷൻ, ചന്ദ്രാന്തർഗതനായ പുരുഷൻ, അഗ്ന്യന്തർഗതനായ പുരുഷൻ, മേഘാന്തർഗതനായ പുരുഷൻ, ഇപ്രകാരം ഓരോന്നും. അതായത് എല്ലാത്തിലും ചേതനയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭൂമി അന്തർഗതനായ പുരുഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിനെ ഭൂമി ദേവത എന്ന് പറയുന്നു. പുരുഷൻ എന്ന് പറഞ്ഞാൽ ചേതന എന്നർത്ഥം മാത്രമേ ഉള്ളൂ. അത് സ്ത്രീ ശരീരമാണെന്നോ പുരുഷ ശരീരമാണെന്നോ ഉള്ള ശരീരഭേദങ്ങളുള്ള ദൃഷ്ടിയല്ല. എല്ലാ ശരീരങ്ങളുടെ ഉള്ളിലും ചേതന എന്ന് പറയുന്നത് പുരുഷ ശബ്ദത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്രകാരം എടുത്താൽ മതി. അതുകൊണ്ടാണ് ദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ ശബ്ദത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പുരുഷ ശബ്ദത്തിൽ പറഞ്ഞിരിക്കുന്ന ദേവതയെ ഇവിടെ കർത്താവ് ആരാണ്? അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്രാണനാണോ പറഞ്ഞിരിക്കുന്നത്, ജീവാത്മാവിനെയാണോ പറഞ്ഞിരിക്കുന്നത്? അത് ജീവാത്മാവിനാലാണോ? ഇപ്പോൾ ഈ ജീവസൃഷ്ടിയാണോ ഇവിടെ നിൽക്കുന്നത്, പ്രാണസൃഷ്ടിയാണോ നിൽക്കുന്നത്, അതിൽ നിന്നും ഭിന്നമായിട്ടുള്ളൊരു ഈശ്വര സൃഷ്ടിയാണോ? ഈ മാതിരിയുള്ള സംശയങ്ങളാണ് ഇവിടെ ഉള്ളത്. കാരണം ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാലും അറിയാൻ സാധ്യമല്ലാത്ത ഒന്നാണ്. പ്രാണനെന്നും ജീവനെന്നും ഒക്കെ പറയുമ്പോൾ ജീവനുള്ള വ്യക്തിയാണെന്നുള്ളത് ഇപ്പം നമുക്ക് സ്വയം തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. എനിക്ക് ജീവനുണ്ട് എന്നറിയുന്നു. അതേമാതിരി ശ്വാസോച്ഛ്വാസം എടുക്കുന്നു, പ്രാണനുണ്ട് എന്നുള്ളത് നമ്മൾക്ക് ഉപദേശം കൊണ്ടുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ ഈ മാതിരിയുള്ള ശ്രുതി വാക്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ ജീവനും പ്രാണനും തമ്മിൽ ഉള്ള ജീവൻ്റെയും പ്രാണൻ്റെയും അസ്തിത്വത്തിന്മേൽ നമുക്ക് വലിയ സംശയമില്ല. പക്ഷേ ഈശ്വരൻ്റെ കാര്യത്തിലാണ് നമുക്ക് ഒരു സംശയം വരുന്നത്. ഈശ്വരനുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനുണ്ട് എന്നുള്ളതിന് യാതൊരുവിധ തെളിവും ഈ തരത്തിൽ ഇവിടെ എടുക്കുക സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പം ജീവനുള്ള വ്യക്തിയിൽ നിന്നും ജീവനുള്ള വ്യക്തി ജനിക്കുന്നു. അത് സാധാരണ നമ്മൾ ഈ കാണുന്നതാണല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടിയുടെ പിതാവ് ആരാണ്, കുട്ടിയുടെ സൃഷ്ടാവ് ആരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേഹാന്തർഗതനായ പുരുഷനാണല്ലോ കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ദേഹാന്തർഗതനായ പുരുഷൻ്റെ പിതാവ് ആരാണ്? മറ്റൊരു ദേഹാന്തർഗതനായ പുരുഷൻ എന്ന് പറയും. അപ്പോൾ ഒരു ജീവൻ്റെ പിതാവ് ആരാണ് എന്നുള്ള സാധാരണഗതിയിൽ ഒരു ജീവി. അതിനാണ് ഇപ്പം ജീവി എന്നുള്ള ഭേദമില്ലാതെ പ്രാണങ്ങൾ കരയുന്നു എന്നൊക്കെയുള്ള പ്രയോഗം ഉള്ളതുപോലെ തന്നെ ഒരു പ്രയോഗമാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അടുത്ത ജീവനുള്ള വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് സാധാരണഗതിയിലാണല്ലോ. അപ്പോൾ അങ്ങനെ ഈ സൃഷ്ടാവ് മറ്റൊരു ജീവാത്മാ, അതായത് ദേവതാസ്വരൂപമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഈ ചന്ദ്രാന്തർഗതനായ പുരുഷന്, അങ്ങനെയൊക്കെയുള്ള ചന്ദ്രാഭിമാനിയായ ദേവത, ആ ദേവതയ്ക്ക് കാരണമായിട്ട് പിതൃസ്ഥാനത്ത് നിൽക്കുന്ന മറ്റൊരു ദേവതയെ കണ്ടൂടെ? അങ്ങനെ വരുമ്പോൾ അവിടെയും ഈ നമ്മുടെ ശരീരത്തിനെ വെച്ചുകൊണ്ട് നമ്മൾ മുഖ്യപ്രാണനെന്നും പ്രാണങ്ങളെന്നും ജീവാത്മാവ് എന്നൊക്കെ പറഞ്ഞതുമാതിരി ഇവിടെ ആദിത്യനിൽ അന്തർഗതനായ പുരുഷന് കാരണമായിരിക്കുന്ന മറ്റൊരു പുരുഷൻ, മറ്റൊരു ജീവാത്മ, അങ്ങനെയൊക്കെ എടുത്തൂടെ എന്നുള്ളതാണ് സംശയം വരുന്നത്. അപ്പോൾ അവിടെ ആകുമ്പോൾ മറ്റൊരു ദേവത എന്നെടുത്താൽ മതി. അപ്പോൾ ഈ ദേവതകളിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ടുള്ള ഒരു ഈശ്വരനെ കുറിച്ച് പറയുക എന്ന് പറയുമ്പോൾ ഈശ്വരൻ നിർവചനാതീതമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. പരമാത്മാവും നിർവചനാതീതമാണ്, പരബ്രഹ്മം നിർവചനാതീതമാണ്. അപ്പോൾ ഈശ്വരനും പരമാത്മാവും പരബ്രഹ്മവും ഒക്കെ എന്ന് പറയുന്നത് നമുക്ക് ഈ മാതിരിയുള്ള യുക്തിയിൽ കൊണ്ടുവരാൻ സാധ്യമല്ലാത്ത ഒന്നാണ്. അതേസമയം ചന്ദ്രാന്തർഗതനായ പുരുഷൻ എന്നൊക്കെ പറയുമ്പോൾ വേദവാക്യങ്ങളുടെ അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ ചേതനത്വം കൽപ്പിച്ചുകൊണ്ട് ആദിത്യാന്തർഗതനായ ദേവത എന്ന് പറയുമ്പോൾ അതിദേവത എന്നുള്ള സ്ഥാനം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദേവത ഉപാസനായോഗ്യവുമാണ്, ദേവതയെ നമുക്ക് ഉപാസിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയേണ്ടി വരും, ചന്ദ്രാന്തർഗതനായ ദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവതയാണെങ്കിൽ കൂടി ഒരു ജീവനാണ്. അവിടെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദേവതയാണ് പക്ഷേ ജീവനാണ് എന്നുണ്ട്. അപ്പോൾ ഒരു ജീവസൃഷ്ടി മറ്റൊരു ജീവനാൽ അല്ലേ ആകത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മറ്റൊരു ജീവനെ തന്നെ പറയണം, ഈശ്വരനെ പറയേണ്ട കാര്യമില്ല. ഈശ്വരൻ ഒരിക്കലും ജീവനാകത്തില്ല, ജീവൻ ഒരിക്കലും ഈശ്വരനാകത്തില്ല. ഈ തരത്തിൽ നമ്മളതിനെ വേർതിരിച്ച് തന്നെ കാണണം. ജീവൻ തന്നെ, ഈശ്വരൻ തന്നെ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ, അപ്പോൾ ഇത് പറയുമ്പോഴാണ് നമ്മളൊരു കാര്യം കൂടെ ഓർക്കണം. നമ്മുടെ ഈ ആധ്യാത്മിക സാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ദേവോപാസന,
പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ദേവോപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മിക സാധനയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ വെച്ചിട്ടുണ്ട്. ആത്മാനമധികൃത്യ ആധ്യാത്മം എന്നർത്ഥം. അധ്യാത്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാനം അധികൃത്യ, അതിദൈവം എന്ന് പറഞ്ഞാൽ ദൈവീമധികൃത്യ എന്നർത്ഥം. അപ്പോൾ ഇവിടെ ദേവനെ ആശ്രയിച്ച് നിൽക്കുന്നത് അതിദൈവമാണത്. ആത്മാവിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് അധ്യാത്മം. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ അധ്യാത്മത്തെ ആശ്രയിച്ച് അധ്യാത്മത്തോട് സംബന്ധിച്ചത്. അപ്പോൾ അധ്യാത്മ സാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മനി അധികൃത്യമുള്ള സാധനയാണ്, അല്ലാതെ ദൈവങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള സാധനയല്ല. അത് ഉപാസനാപരമായിട്ടുള്ള അതിദേവതോപാസനകൾ അങ്ങനെ ഇരിക്കുന്നു. അതായത് നേതം യതിതം ഉപാസതേ എന്നുള്ളത്. ഈതം ഇതി എന്ന അതാണ് നേതം യതിതം. യത്ത് ഇതം ഇതി ഉപാസതേ. യാതെന്നാണോ ഇത് എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പം ആദിത്യ എന്നുള്ള ദേവത തീർച്ചയായിട്ടും അഹമല്ല. അഹത്തിൽ നിന്ന് ഭിന്നമായിട്ട് അഹം ഉപാസകയാണ്. അവൻ ഞാൻ ഉപാസകനാണ്, ഉപാസ്യമാദിത്യ ദേവതയാണ്. അങ്ങനെ ആദിത്യ ദേവത പോലെ മറ്റേത് ദേവതകളെ ആയാലും അന്യവത്കരിച്ചു കൊണ്ടാകുമ്പോൾ, അന്യമായിട്ടാകുമ്പോൾ ഉപാസിക്കുന്നവൻ ഞാനും ഉപാസ്യമായ ദേവത അന്യവുമാണ്. അപ്രകാരം അന്യമായ ദേവത ഇരിക്കുമ്പോഴാണ് ഇതം എന്ന് പറയുന്നത്. രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് അഹം, രണ്ട് ഇതം. അപ്പോൾ അഹം എന്ന് പറയുന്നത് ഞാൻ മാത്രമാണ്. ഇതം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഉപാസ്യമായിട്ടുള്ള ദേവതയാണ്. അങ്ങനെയുള്ള ദേവതയെ ഉപാസിച്ച് കഴിയുമ്പോൾ നേതം യതിതം ഉപാസത്തെ എന്നുള്ളത്. അപ്പോൾ ഇതമെന്ന രീതിയിൽ എന്തിനെ നാം ഉപാസിക്കുന്നുവോ അത് ആത്മാവല്ല എന്നുള്ളത്. അപ്പോൾ ആത്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അഹത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആധ്യാത്മം എന്ന് പറയുമ്പോൾ ആത്മാനമധികൃത്യ എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടാണ് പലപ്പോഴും എന്ന് പറയുന്നത് എല്ലാം കയറിയിട്ട് ആധ്യാത്മിക സാധനയാണെന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കും. ആധ്യാത്മിക സാധന എന്നുള്ള രീതിയിൽ ആധ്യാത്മിക സാധനയ്ക്ക് വേണ്ടിയിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആധ്യാത്മിക സാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആത്മാ തുടങ്ങുന്നത് ദേഹം തൊട്ടാണ്. എവിടം തൊട്ടാണോ നമുക്ക് അഭിമാനം തുടരുന്നത് അവിടം തൊട്ടാണ് ആത്മാ തുടങ്ങുന്നത്. അപ്പോൾ ഈ അഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനം പോലെ നിൽക്കുന്നതും അഭിമാനം തുടങ്ങുന്നതുമായി രണ്ട് തലങ്ങളുണ്ട്. അഭിമാനം പോലെ നിൽക്കുന്നതാണ് പുത്രഹ എന്ന്. ധനത്തിലും പുത്രനിലും സ്വഗ്രഹത്തിലും ഒക്കെ എന്ന് പറയുന്നത് അഭിമാനം പോലെ നിൽക്കുക. അഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈഡല്ല, പകരം എന്ന് പറയുന്നത് അഹം എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ അവിടെ ഈ അയ്യോ ഞാൻ പോയേ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവെക്കുന്ന പല സന്ദർഭങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ പോയേ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒന്ന് എൻ്റെ ഗൃഹത്തിന് പറ്റുമ്പോഴോ എൻ്റെ ധനം പോകുമ്പോഴോ ഒക്കെ അയ്യോ ഞാൻ പോയേ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പുത്രേ പുഷ്ടേ അഹം പുഷ്ടഹ, പുത്രൻ്റെ സന്തോഷത്തിൽ ഞാനും സന്തോഷിക്കുന്നു, പുത്രൻ്റെ ദുഃഖത്തിൽ ഞാനും ദുഃഖിക്കുന്നു. അങ്ങനെ പുത്രൻ എൻ്റെ ആത്മാവാകുന്നു, ധനം എൻ്റെ ആത്മാവാകുന്നു, ഗൃഹം എൻ്റെ ആത്മാവും എന്നൊക്കെ ഭംഗ്യന്തരേണ പ്രയോഗം ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തും ത്യജിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പം ഈ ധനത്തെ രക്ഷിക്കുവാൻ വേണ്ടി പ്രാണൻ ത്യജിച്ചെന്ന് വരും. അങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം പ്രാണനും ധനവും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ധനത്തിനെ ആത്മാവായിട്ട് എടുത്തു കഴിയുമ്പം പിന്നെ അത് ആത്മാവിനെ രക്ഷിക്കാനാണല്ലോ മുഖ്യധർമ്മം. അതുകൊണ്ട് ധനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വപ്രാണൻ കളയുന്നു. അതുകൊണ്ടാണ് ചിലരാണെന്നുണ്ടെങ്കിൽ ഇത് മുറുക്കപ്പിടിക്കും, കൊന്നാലും ശരി ഞാൻ വിട്ടു തരത്തില്ല എന്ന് പറയുന്നു. പുത്രന് വേണ്ടിയിട്ട് പ്രാണം കളയുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മൾക്ക് എന്തിനെയാണോ സ്നേഹം അതാണ് ആത്മ എന്ന് പറയുന്നത്. അതുതന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിയം എന്തിനോടാണോ അതിനെയാണ് നമ്മൾ ആത്മ എന്ന് പറയുന്നത്. അപ്പോൾ ആ ആത്മ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രിയമുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ അത്രയ്ക്ക് സ്നേഹമില്ലാത്ത മറ്റുള്ളതെല്ലാം നമ്മൾ ഉപേക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ ദേഹത്തിൽ നിന്ന് അന്യമായിട്ടുള്ള പലതിലും ആത്മാധ്യാസം നമ്മൾ ചെറിയ തോതിൽ, വലിയ തോതിലല്ലെന്നുണ്ടെങ്കിലും അതിനെ പറയുന്നത് ഒരുമാതിരി ഒരു ശോഭനാധ്യാസം എന്ന് പറയും. അതിലൊരു ഒരു ഒരു പ്രീതി കണ്ടുകൊണ്ട് അതിലൊരു ശ്രേഷ്ഠത കണ്ടുകൊണ്ട് ഒക്കെ നമ്മളതിനെ അധ്യസിച്ച് കളയും. അതൊക്കെ അവിടെ വിട്ടു കഴിഞ്ഞാൽ ശരിക്കും
നമ്മുടെ ശരീരം തൊട്ടാണ് നമ്മുടെ ഈ അധ്യാസം തുടങ്ങുന്നത്. ശരീരം തൊട്ടാണ് ശരീരത്തിൽ അഹം എന്ന ബുദ്ധി നിൽക്കുന്നു. അതുകൊണ്ട് അഹമാത്മാ എന്ന് പറഞ്ഞാൽ ശരീരം എടുക്കുന്നു. ഇന്ദ്രിയങ്ങളിൽ ആത്മബുദ്ധി നിൽക്കുന്നു. അതുകൊണ്ട് അഹം ദൃഷ്ട എന്ന രീതിയിൽ ഇന്ദ്രിയങ്ങളിലേക്ക് ആത്മബുദ്ധി നിൽക്കുന്നു. അഹം മന്ദ എന്ന രീതിയിൽ മനസ്സിലേക്ക്, അല്ലെങ്കിൽ അഹം ദുഃഖി എന്നൊക്കെ രീതിയിൽ മനസ്സിലേക്ക് ചിന്തിക്കുന്നു. അതേമാതിരി എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിയുമ്പോൾ അഹംകർത്ത എന്ന രീതിയിൽ ബുദ്ധിയിലേക്ക് നിൽക്കുന്നു. അപ്പോൾ ഇപ്രകാരം ഈ അഹത്തിൻ്റെ പ്രകടനം, അഹത്തിൻ്റെ സ്ഥാനങ്ങൾ ശരിക്കും ദേഹം തൊട്ട് തുടങ്ങുന്നുള്ള ഇങ്ങനെ പഞ്ചസ്ഥാനങ്ങൾ അഹത്തിന് കാണുമ്പോഴാണ് നമ്മൾ ഈ പഞ്ചകോശ വിവേകം എന്ന് പറയുന്നത്. അന്നമയ കോശം, പ്രാണമയ കോശം, അതായത് അഹമന്നമയ കോശേ, അഹം അന്നമയ കോശ എന്ന രീതിയിൽ എടുക്കുമ്പോഴാണ് അന്നമയ കോശേ അഹം, അതാണ് യാഥാർത്ഥ്യം. പിന്നെ എടുക്കുന്നതോ അഹമന്നമയ കോശ എന്നെടുക്കുന്നു. അപ്പോൾ അത് നമ്മൾ അന്നമയ കോശം ഞാൻ എന്ന് പറഞ്ഞ് നടക്കുന്നില്ല. പകരം ഞാനിപ്പം സ്വയം എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹം സ്ഥൂലഹ എന്നുള്ള രീതിയിൽ എടുക്കുന്നു. ഞാൻ കറുത്തവനാണ് എന്നെടുക്കുന്നു, ഞാൻ വെളുത്തവനാണെന്ന് എടുക്കുന്നു. ഇങ്ങനെ എടുത്തു ഈ തരത്തിലുള്ള അഭിമാനങ്ങൾ ദേഹം തൊട്ട് തുടങ്ങുന്നു. ഇതിനും വലിയ അഭിമാനങ്ങൾ ദേഹത്തിന് പുറത്തുണ്ട്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗൃഹസ്ഥനാണെന്ന് അഭിമാനിക്കുന്നു, ഞാൻ സന്യാസിയാണെന്ന് അഭിമാനിക്കുന്നു, ഞാൻ ബ്രഹ്മചാരിയാണെന്ന് അഭിമാനിക്കുന്നു. ഇതൊക്കെ അഭിമാനങ്ങളുടെ ഒരു കുത്തൊഴുക്കാണെന്നുള്ളത്. മലവെള്ളപ്പാച്ചിൽ പോലെ പോയിക്കൊണ്ടിരിക്കുന്ന അഭിമാനങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ്. ചിലതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇപ്പം ചിലത് നമ്മളുടെ ഈ സംസ്കാരം നിലനിർത്താൻ ആവശ്യമുള്ള അഭിമാനങ്ങൾ, ചിലത് നമുക്കാണെന്നുണ്ടെങ്കിൽ കുടുംബം നിലനിർത്താൻ വേണ്ടുന്ന ആവശ്യങ്ങൾ, ചിലത് നമുക്ക് സ്ഥാനമാനങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട്, ചിലത് നമുക്ക് ധനം നിലനിർത്താൻ വേണ്ടി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അഭിമാനം വേണം. അങ്ങനെയുള്ള പല അഭിമാനങ്ങളും കൂടെ കൂട്ടി വെച്ചുകൊണ്ട് നമ്മളൊരു വലിയ ഒരു മഹാനായിട്ട്, മഹാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ എണ്ണി പറഞ്ഞ സ്റ്റാമ്പിൽ മുഖം കാണിക്കുന്നവർ മാത്രമല്ല മഹാനെന്ന് പറഞ്ഞാൽ, എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആർക്കെങ്കിലുമൊക്കെ മഹാനാണ്. അമ്മിൽ ആർക്കും മഹാനല്ലെങ്കിൽ അവനവനെങ്കിലും മഹാനാണ്. ഇങ്ങനെ നമ്മൾ ഈ മഹത്വത്തെ നേടിക്കൊണ്ട് കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം നമ്മൾ ഇങ്ങോട്ട് ശരീരത്തിൻ്റെ തലത്തിലേക്ക് വരുമ്പോൾ അവിടം തൊട്ടാണ് ഈ അഭിമാനം എന്ന് പറയുന്നത് ശക്തമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് അധ്യാത്മം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എവിടെയൊക്കെ അഭിമാനമുണ്ടോ അവിടെയെല്ലാം ഒന്നും പോകുന്നില്ല. അധ്യാത്മം എന്ന് പറയുമ്പോൾ ശരീരം തൊട്ട് തുടങ്ങുന്നു എന്ന്. അത് കാരണം ആദ്യത്തെ ആത്മാവെന്ന് വിചാരിക്കുന്നത് അന്നമയ കോശത്തെ തന്നെയാണ്. അപ്പോൾ അവിടം തൊട്ട് നമ്മൾ ഇതിൻ്റെ അന്വേഷണം തുടങ്ങിയാണ്. പിന്നെ പ്രാണമയ കോശം, പിന്നെ മനോമയ കോശം, പിന്നെ വിജ്ഞാനമയ കോശം, പിന്നെ ആനന്ദമയ കോശം, ഇങ്ങനെ അന്നം പ്രാണം ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭോക്താവിലെത്തുന്നു. അതുകൊണ്ട് ആനന്ദമയ കോശം എത്തിക്കഴിയുമ്പോൾ ആനന്ദം ഭുങ്ക്തേ എന്ന ആനന്ദത്തെ അനുഭവിക്കുന്നു. ആനന്ദി സുഖി ഭവതി എന്നുള്ളത് രീതിയിലേക്ക് എത്തുന്നു. അപ്പോൾ അങ്ങനെ സുഖത്തിൽ അവസാനിക്കുന്നു, സുഖപര്യന്തം അവസാനിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറയുന്നത് ഇത് പുറത്തേക്കല്ല, ഇത് അകത്തേക്കാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഈ ആധ്യാത്മം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോയി കഴിയുമ്പോൾ ഇവിടെ ഈ ദേവത ഉപാസന എന്ന് പറയുന്നത് പുറത്തുള്ള ദേവതയാണ്, ദേഹാന്തർഗതമായിട്ടുള്ള ദേവതയല്ല. ദേഹാന്തർഗതമായ ദേവത എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളെ ദേവത ആയിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മളിവിടെ മനസ്സിലാക്കണം. പിന്നെ അത് സന്ദർഭവശാൽ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ വിടിപ്പിളെന്ന് പറയുന്നത് ഇതാണ്. ഇപ്പം നമ്മൾ ഈ ആദിത്യൻ ദേവതയെ കണ്ടു. ആദിത്യാന്തർഗതനായ ദേവതയുടെ ആദിത്യൻ്റെ അന്തർഗതനായിക്കൊണ്ട് ഏതൊരു പുരുഷനാണോ ആദിത്യ ദേവത എന്ന് നാം വിളിക്കുന്നത്. പുറത്ത് നാം കാണുന്ന ആദിത്യൻ എന്ന് പറയുന്നത് ആദിത്യ ശരീരമാണ്. ആ ശരീരത്തിൻ്റെ അല്ല ആദിത്യനാകുന്ന തേജസ് ഉണ്ട്. ഇതൊരു സങ്കല്പമാണ്, ഉണ്ട് എന്നുള്ളത്. എല്ലാത്തിലും ചേതനയുണ്ട് എന്നുള്ള സങ്കല്പത്തിൽ അത് ചേതന ഇല്ലാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സകലതും. ഇപ്പോൾ ആകാശദേവത, പഞ്ചഭൂതങ്ങൾ ഓരോന്നിനും എടുത്തു കഴിഞ്ഞാൽ ദേവതയാണ്. ആകാശദേവത, വായുദേവത, അഗ്നിദേവത, പിന്നെ വരുണദേവത, ആപ ദേവത, പിന്നെ പൃഥ്വി ദേവത.
അപ്പം പഞ്ചഭൂതങ്ങളിൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം അതിൽപ്പെട്ടു. ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഈ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദേവതാരൂപമല്ലാത്തതായിട്ട് നമുക്കൊന്നും തന്നെ ജഗത്തിൽ കാണാൻ പറ്റാത്തതായിട്ട് വരും. നമ്മൾ എന്തെങ്കിലും ഒന്ന് അല്പമായിട്ട് കാണുമ്പോൾ ഒരു മുള്ളെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ മുള്ള് ഇത് ദേവതയാണോ എന്ന് ചോദിച്ചുകൊണ്ട് വരും. പൃഥ്വി ദേവത എന്ന് പറഞ്ഞാൽ പൃഥ്വി വികാരമായിട്ടുള്ള എല്ലാം പൃഥ്വി തന്നെയാണ്. അപ്പോൾ അത് പെട്ടുപോയി എന്നുള്ളതാണ്. പിന്നെ ജഠരാഗ്നി ദേവതയാണോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അഗ്നി ദേവതയാണെന്ന് ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിസ്വരൂപം എവിടെയെല്ലാം ഏതെല്ലാം തരത്തിൽ കാഷ്ടാന്തർഗതമായ അഗ്നിയാവട്ടെ, ജഠരാന്തർഗതമായ അഗ്നിയാവട്ടെ, ഇനിയും ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ജ്വലിക്കുന്ന നക്ഷത്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിയാവട്ടെ, എവിടെയെങ്കിലും അഗ്നി ഉണ്ടെങ്കിൽ ആ അഗ്നിയെല്ലാം ആ ദേവതയിൽ ഒറ്റ ദേവതയിൽ പെട്ടു എന്നുള്ളത്. അല്ലാതെ ഓരോരോ ദേവത, തീപ്പെട്ടിക്കൊള്ളിയുടെ മുന്നിൽ ഒരു ദേവത ഇരിക്കുന്നു, അഗ്നി കുണ്ടത്തിൽ വേറൊരു ദേവത ഇരിക്കുന്നു, അങ്ങനെയില്ല. അഗ്നിർയഥൈകോ ഭുവനം പ്രവിഷ്ടഃ രൂപം പ്രതിരൂപോ ഭവതി എന്നുള്ളത്. അതായത് അഗ്നിർയഥൈകോ, ഇത് കഠോപനിഷത്തിലെ മന്ത്രമാണ്. അഗ്നിർയഥൈകോ യഥാഗ്നിഹി ഏകം, അഗ്നിർയഥൈകോ യഥാ ഏകഃ അഗ്നിഹി ഭുവനം പ്രവിഷ്ടഃ, ഈ ഭൂലോകത്തിരിക്കുന്ന അഗ്നി എപ്രകാരമാണോ ഒറ്റ അഗ്നി രൂപം പ്രതിരൂപോ ബഭൂവ, എപ്രകാരം ഓരോരോ രൂപങ്ങളിലായിട്ട് പ്രകടമാകുന്നു. അപ്പോൾ ഇതാണ് പണ്ടേ പറഞ്ഞു വെച്ചതാണ്. ഇതുപോലെയാണ് ഓരോന്നിൻ്റെയും സ്ഥിതി. അപ്പോൾ ഇത് ഇപ്പം പറഞ്ഞു വെച്ചതല്ല, ഇത് പണ്ട് കഠോപനിഷത്തിൽ പറഞ്ഞു വെച്ചതാണ്. ഒറ്റ അഗ്നിയേ ഉള്ളെന്നും അതുതന്നെയാണ് ഇവിടെയെല്ലാം പല രൂപത്തിൽ കാണുന്നതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ നമുക്ക് ഈ ദേവത ഓരോന്നിലും ഓരോ വസ്തുവിലും നമുക്ക് ദേവതയെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ തരത്തിൽ അഗ്നിദേവതയെന്നോ അല്ലെങ്കിൽ ചന്ദ്രദേവതയെന്നോ ആദിത്യ ദേവതയെന്നോ എന്നൊക്കെ പറയുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇവിടുത്തെ അന്വേഷണ വിഷയം ഇതാണ്. ഈ ദേവതയ്ക്ക് കാരണമായ ഏതിൽ നിന്ന് ജനിച്ചുവോ അത് മറ്റൊരു ദേവതയായിരിക്കുമോ? അതായത് മറ്റൊരു ദേവത എന്ന് പറയുന്നത് ഈ ദേവതകൾക്കെല്ലാം ജീവാത്മസ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത്. ജീവാത്മസ്ഥാനം എന്ന് പറഞ്ഞാൽ പരിമിതത്വം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു മനുഷ്യനെ പോലെയോ അല്ലെങ്കിൽ ഒരു പ്രാണിയെ പോലെയോ ഉള്ള പരിമിതത്വം ഉള്ള ജീവാത്മാവല്ല. പകരം എന്ന് പറഞ്ഞാൽ അപരിമിതമായിട്ടുള്ള ശക്തിയോട് കൂടിയിരിക്കുന്നത് കൊണ്ടാണ് ദേവത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ദേവത്വമുണ്ട്. അപ്പോൾ ആ ദേവത്വമുള്ള ജീവാത്മത്വവുമുണ്ട്, അതേസമയം ദേവത്വവുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിയിൽ ഇവരുടെ സൃഷ്ടാവായിട്ടുള്ളത് ഒരു ജീവനാണോ? പിന്നെ മൊത്തത്തിൽ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുഖ്യപ്രാണനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ മുഖ്യപ്രാണനാണോ? ഈ മാതിരിയൊക്കെയുള്ളതാണ് സംശയം. അപ്പോൾ ഇവിടുത്തെ സംശയത്തിന് നിവൃത്തി വരുത്തുന്നത് ഇങ്ങനെയാണ്. ഈ ആദിത്യാദികളുടെ ആദിത്യൻ തുടങ്ങിയ പുരുഷന്മാരുടെ കർത്താവ് പരമേശ്വരൻ തന്നെ എന്ന്. അപ്പോൾ ആദിത്യൻ തുടങ്ങിയവരുടെ കർത്താവ് പുരുഷൻ തന്നെ, അതായത് ആദിത്യൻ തുടങ്ങിയ പുരുഷന്മാർ. ഒന്നാമത് നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത്, ആദിത്യൻ തുടങ്ങിയ പുരുഷന്മാർ. പിന്നെ അവരുടെ കർത്താവ് എന്ന് പറയുന്നത് പരമേശ്വരൻ തന്നെ എന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഈ ഉപനിഷത്തിൽ കൂടെ നമുക്ക് സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനുണ്ടെന്ന് സമർത്ഥിക്കുന്നു. ഒന്ന്, നമുക്ക് ഈശ്വരനുണ്ടെന്ന് സമർത്ഥിക്കണം. അപ്പം ഇതെങ്ങനെയാണ് ഇതിൻ്റെ ശ്രുതി പോകുന്ന പോക്കിതാണ്. ഒന്ന്, ഈശ്വരനുണ്ടെന്ന് സമർത്ഥിക്കണം. രണ്ട്, ഈശ്വരനും ഈ ജീവനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് സമർത്ഥിക്കണം. അപ്പോൾ ഇത് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം നിറവേറ്റി. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് സർവ്വദുഃഖ നിവൃത്തിയാണ്. അപ്പോൾ ഈ സർവ്വദുഃഖ നിവൃത്തിക്ക് ജീവനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടെത്തണം. അപ്പം ഈ ജീവനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഈശ്വരനുണ്ട് എന്ന് വിശ്വസിക്കുക എന്ന് പറയുന്നത് ഭാഗികമായ ജ്ഞാനം. അവിടെ ഒരു വിശ്വാസത്തിൽ ഒരു ഭാഗികമായ ജ്ഞാനമുണ്ട്. തീർത്തും അജ്ഞാനമാണെന്നുണ്ടെങ്കിൽ പിന്നെ വിശ്വാസത്തിന് പ്രസക്തിയില്ല. സംശയമാണെന്നുണ്ടെങ്കിൽ അത് വിശ്വാസവുമില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗികമായ ജ്ഞാനമുണ്ട്. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജ്ഞാനം ആരോ പറഞ്ഞിട്ടുണ്ട്, പിന്നെ
അതേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ അനുമാനത്തിലൂടെ ഉണ്ടാവാം ഈശ്വരന്, പിന്നെ മറ്റുള്ളവർ പറഞ്ഞതിനാലും ഈശ്വരന് ഉണ്ടാവാം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഊഹിച്ചു വെച്ചു ഈശ്വരനുണ്ടെന്ന്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിസ്സഹായതയോ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളോ ഒക്കെ നമുക്കറിയാം. നിസ്സഹായത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചാൽ മരിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ നിസ്സഹായത. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മണ്ടി മണ്ടി കരയേറുന്നു എന്നുള്ളത്, എണ്ണി എണ്ണി കുറയുന്നിതായസും മണ്ടി മണ്ടി കരയേറുന്നു മോഹങ്ങൾ എന്ന് പറഞ്ഞു. അതിൽ നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ടാകും. ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയൊരു അപരാധം എന്നുള്ള രീതിയിലല്ല, മഴയൊന്നും നിന്നിരുന്നെങ്കിൽ എന്ന് പറയുന്നത് ഒരാഗ്രഹമാണ്. അല്ലാതെ തന്നെ ലോട്ടറി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അടിക്കണം എന്ന് പറയുന്നത് മാത്രമല്ല. എന്താണെങ്കിലും ശരി, അതാണ് ചൂടൊന്ന് കുറഞ്ഞിരുന്നെങ്കിൽ അതൊരാഗ്രഹമാണ്. അത് ഇതേമാതിരി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൊട്ടിലൊടുക്ക് പൊട്ടുപൊടികൾ സകല സാധനങ്ങളും ഒക്കെ നമ്മുടെ ഈ ആഗ്രഹത്തിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മളിത് ആഗ്രഹമാണോ എന്ന് തന്നെ തിരിച്ചറിയുന്നില്ല, ലേബൽ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് എന്താ നമുക്കിപ്പം വേണ്ടത്? നമുക്ക് ഈശ്വരനുണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നു, എന്നിട്ട് ആശ്രയിക്കുന്നു. എങ്ങനെയെങ്കിലും അതാണ് ഒരു മാർഗം എന്നുണ്ടെങ്കിൽ അതുവഴിയായിട്ട് നമുക്ക് പ്രശ്നപരിഹാരം ഉണ്ടാവട്ടെ എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണുള്ളത്. ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. നടന്നു ഇത്രയേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ചിലപ്പം വേണമെങ്കിൽ വിട്ടുപോയി എന്നും വരാം. പിന്നെ ആരെങ്കിലും പറയുകയാണ് നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ശരിയാവാതെ പോയത്, ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ വീണ്ടും വിശ്വാസം നമ്മൾ എന്നാൽ ഇങ്ങനെ നോക്കാം എന്ന് പറഞ്ഞു. പിന്നെ വേറെ ആരെങ്കിലും പറയുകയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടാണ്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടാണ് പ്രശ്നം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാകുമെന്ന് പറഞ്ഞാൽ എന്നാൽ അങ്ങനെയെങ്കിൽ അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒന്നല്ലെങ്കിൽ വേറൊന്നും ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതിനകത്തുനിന്ന് ആര് പറഞ്ഞാലും നമ്മൾ കേൾക്കുമെന്നുള്ളത്. ആരും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ കുറച്ച് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ഉപനിഷത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഉപനിഷത്ത് ഇവിടെ വന്നിട്ട് വ്യക്തമായിട്ട് പറയുന്നു പരമേശ്വരൻ ഉണ്ട് എന്നും പരമേശ്വരനും ഈ പരമേശ്വരനെ വിശ്വസിക്കുന്ന ഭക്തനായിട്ടുള്ള ഈ വ്യക്തിയും തമ്മിൽ എന്താണ് ബന്ധം. അപ്പം വ്യക്തിയുടെ സ്വന്തം പരമേശ്വരൻ, ബാക്കിയുള്ളവർക്കെല്ലാം അന്യൻ, ഈ തരത്തിലുള്ള ഒരു പരമേശ്വരനാണോ അതോ ജഗത് സൃഷ്ടാവ് എന്ന് പറയുമ്പോഴത്തേക്ക് ജഗത്തിൻ്റെ മുഴുവനും പരമേശ്വരനായിട്ട് മാറി. അപ്പോൾ ഇവിടുത്തെ അന്വേഷണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പരമേശ്വരനല്ല, ഒരു വ്യക്തിയുടെ രക്ഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിമിതനായിട്ടുള്ള ഒരു രക്ഷകനെ മാത്രമേ ഉള്ളൂ. എന്നെ രക്ഷിക്കുന്ന ഒരാൾ, അതായത് എല്ലാ കുടുംബനാഥൻ, ആ കുടുംബത്തിലുള്ള അംഗങ്ങളെ മുഴുവൻ രക്ഷിക്കുന്നു. അതേമാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശാസകൻ എന്നുള്ള ഇപ്പോൾ ഒരു ദേശാധിപതി, ദേശത്തിൻ്റെ അധിപതിയായിട്ടുള്ള ആ ദേശവാസികളെ മുഴുവൻ രക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ രക്ഷിക്കണം എന്ന് രക്ഷിച്ചെങ്കിൽ മാത്രമേ ദേശാധിപതിയാകത്തുള്ളൂ. അല്ലാതെ എന്നെ സേവിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ സേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ഥാനത്തിരിക്കുകയാണ് എന്നുള്ള യുക്തിയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നാട്ടുകാരുടെ വിധി എന്ന് വിചാരിച്ചാൽ മതി. അപ്പം ജനങ്ങളെ സേവിച്ച് കഴിയുമ്പോൾ മാത്രമാണ് രക്ഷകൻ എന്ന് പറയുന്നത്. രക്ഷകൻ കുട്ടികളെ പിതാവ് രക്ഷിക്കുന്നത് പോലെ ദേശവാസികളെ സ്വന്തം സന്താനങ്ങളെ പോലെ രക്ഷിക്കുന്നതിനെയാണ് രാജാവ് എന്ന് പറയുന്നത്. പണ്ട് തൊട്ട് തന്നെ പറയുന്നത്. ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല. അങ്ങനെ ആയിക്കഴിയുമ്പോൾ മാത്രമേ ഒരു രക്ഷ എന്ന് പറയുന്നത് അതൊരു ബാധ്യതയാണ്. ഇവിടെയുള്ള സകല ആൾക്കാരുടെയും ജീവൻ രക്ഷിക്കാനും മാനം രക്ഷിക്കുവാനും ധനം രക്ഷിക്കുവാനുള്ള ബാധ്യത ഏറ്റെടുക്കാൻ തക്ക ധൈര്യം കാണിക്കുന്നവരാണ് ഭരണത്തിലേക്ക് കയറുന്നത്. ധൈര്യമില്ലാത്തവർക്ക് കയറാൻ പറ്റത്തില്ല. അപ്രകാരം ഒരു ധൈര്യം, ഞാൻ രക്ഷിക്കാം എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം, അതാണ് അവരെ ഭരണത്തിലേക്ക് ഞാൻ ഭരിക്കാം എന്നുള്ള രീതിയിലേക്ക് അവർ സ്വയം തന്നെ എടുത്തു വെക്കുന്നത്. അത് എല്ലാവർക്കും ഒന്നും സാധ്യമാകത്തില്ല. അവർക്ക് സമയം കിട്ടുന്നു ഭരിക്കാൻ, അത് വലിയ കാര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കാൻ സമയം കിട്ടാതിരിക്കുമ്പോൾ അവർക്ക് അവരുടെ കാര്യം, പേഴ്സണൽ കാര്യം നോക്കണം, അവരുടെ കുടുംബത്തിൽ കാര്യം നോക്കണം, പിന്നെ അവർക്ക് ഉറങ്ങുകയും ഒക്കെ വേണം. അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഇവിടെ ദേശത്തെയും ദേശവാസികളെയും രക്ഷിക്കുന്നത്. ഒന്നും രണ്ടും പേരെയല്ല, മുഴുവൻ ആൾക്കാരെയും രക്ഷിക്കണം. അതാണ് കണ്ടാൽ ഇവരെയൊക്കെ കാലത്തൊട്ട് തൊടണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. കാരണം അവരൊക്കെ എന്ന് പറയുന്നത് നമ്മളെ സേവിക്കാൻ വേണ്ടി നിൽക്കുന്നവരെയാണ് നമ്മൾ സേവിക്കേണ്ടത്. ഇതാണ് മുമ്പ് പറഞ്ഞല്ലോ, ഈ ആത്മാവിനെ പ്രാണങ്ങൾ സേവിക്കുന്നു, പ്രാണങ്ങളെ ആത്മാ സേവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ജഗത്തിൻ്റെ മുഴുവനും സൃഷ്ടാവ് ആരാണെന്ന്, അങ്ങനെ ജഗത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവിനെ ഭാവിച്ച്
ഭാവിക്കാൻ നമുക്ക് അല്പമായ നമ്മുടെ ബുദ്ധിക്ക് സാധ്യമല്ലാത്തത് കൊണ്ട് അവിടെ ഈശ്വരൻ്റെ സ്വരൂപത്തെ ഉപനിഷത്ത് വെളിവാക്കി തരുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഈശ്വരൻ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രശ്നം പരിഹരിക്കുന്നില്ലല്ലോ. പിന്നെ ഈശ്വരനെ എങ്ങനെയാണ് സേവിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് പറയുന്നു. അങ്ങനെ ഈശ്വരനെ എങ്ങനെയാണ് സേവിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ ഈശ്വരനെ സേവിക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വലിയ പ്രശ്നമാണ്. ആകാശ ശരീരം ബ്രഹ്മ എന്ന് പറഞ്ഞ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം എന്ന് പറയുന്ന ആകാശ ശരീരം ബ്രഹ്മമാണ് പറഞ്ഞിരിക്കുന്നത്. ആകാശ ശരീരം ബ്രഹ്മമാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ആവാഹിച്ച് അവിടോട്ട് വെക്കാനും അവിടുന്ന് ആവാഹിച്ച് ഇവിടോട്ട് വെക്കാനും ചിലർ പറയുമല്ലോ, ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ശക്തിയെ ആവാഹിച്ച് ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ മാതിരി ആകാശ ശരീരം ബ്രഹ്മമാണെങ്കിൽ അവിടുന്ന് ആവാഹിച്ച് ഇവിടെ ഇരുത്തലും ഇവിടുന്ന് ആവാഹിച്ച് അവിടെ ഇരുത്തലും ഒന്നും പറ്റത്തില്ല. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് സമീപിക്കുക എന്നുള്ളത്, ഇങ്ങനെയുള്ള പരമാത്മാവിനെ എങ്ങനെയാണ് സമീപിക്കുക? പരമാത്മാവ് ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് സമീപിക്കുക? അങ്ങനെ സമീപിക്കുമ്പോൾ ദേവതോപാസനയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതം എന്ന രീതിയിൽ ഉപാസിക്കാം. ഇതം എന്ന രീതിയിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ അഹം ന ഇതം ഇതം നാഹം, ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതല്ല, ഇത് ഞാനുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അഹത്തിനാൽ പരിമിതപ്പെട്ട ഇതവും ഇതത്തിനാൽ പരിമിതപ്പെട്ട അഹവുമാണ്. എന്നാൽ പരിമിതപ്പെട്ട ഉപാസ്യ ദേവതയും ഉപാസ്യ ദേവതയാൽ പരിമിതപ്പെട്ടവൻ, ഉപാസ്യം എന്ന് പറയാൻ അന്യമാക്കപ്പെട്ട ദേവതയാൽ പരിമിതമാക്കപ്പെട്ട ഞാനും എന്ന് പറയും. ഇപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്തായി എന്നുള്ളത്, ഇപ്പം ഇത് ആകാശ ശരീരം ബ്രഹ്മ, സർവം കല്ലിതം ബ്രഹ്മ, ഇതിനൊക്കെ എന്ന് പറയുന്നത് ഈ ശ്രുതിവാക്യങ്ങൾ അവിടെ യോജിക്കത്തില്ല. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ദേവത ഉപാസന നടത്താം. അത് സർവ്വശാസ്ത്രങ്ങളാലും സമ്മതമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ദേവത ഉപാസന നടത്താം. അത് ദേവത ഉപാസന എന്ന് പറയുന്നത് വേറെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അവസാനം പിന്നെ എന്ന് പറഞ്ഞാൽ ആത്മ സാധന എന്ന് പറയുന്നത്, ആധ്യാത്മ സാധന എന്ന് പറയുന്നത് ദേവതോപാസനയിൽ അവസാനിക്കുന്ന ആധ്യാത്മിക സാധനയാണെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നുള്ളത്. ദേവതോപാസനയായിട്ട് നമുക്ക് കൊണ്ട് നടക്കാം. ആധ്യാത്മിക സാധന എന്ന് പറയുന്നത് ആത്മാനമധികൃത്യ. അപ്പോൾ ഇത് നമുക്ക് ഈ ഉപനിഷത്തിലൂടെ വ്യക്തമാക്കി തരുന്നു. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഈ ഊർധ്വലോകത്തിലേക്കുള്ള ഗതിയാണ് മാത്രമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞു. ഊർധ്വലോകത്തിലെത്തണം, അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഇവിടെ കിട്ടാത്ത മാന്യത അവിടെ കിട്ടണം എന്നുള്ളതാണ്. ഇത് മാത്രമേ ഉള്ളൂ, ഒറ്റ വിചാരമേ ഉള്ളൂ, ഇവിടെ കിട്ടാത്തത് അവിടെ കിട്ടണം എന്നുള്ളത്. അങ്ങോട്ട് പോകണം, അവിടെ കിട്ടണം. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഹൈവതൈർ പ്രവിലീയന്തേ തസ്യ പ്രാണാഹ ന ഉത്ക്രാമന്തി എന്ന് പറയുന്നതൊക്കെയാണ് ഇവിടെയുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോകേണ്ടതായിട്ടുള്ള അന്യദേശത്തെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല. കാരണം സർവം ഖല്ലിതം ബ്രഹ്മയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അവിടെ പോയിട്ട് ബ്രഹ്മമാവുക എന്ന് പറയുന്നത് ഇവിടുന്ന് എങ്ങോട്ട് പോയിട്ടാണ് ഒരുവന് ബ്രഹ്മമാകാൻ സാധിക്കുന്നതെന്ന്. സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തെ കാണാൻ ആകാശം വരെ അങ്ങ് ഉയർന്നു പൊങ്ങി എന്നിട്ട് കണ്ടു എന്ന് പറയുന്നത് പോലെയുള്ളൂ. അപ്പോൾ ഈ ആകാശം വരെ നമ്മൾ ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെയൊക്കെ പറയാനും അതിനകത്ത് നമുക്കൊരു യാഥാർത്ഥ്യം നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെയാണ് നമ്മൾ ഈ ഈശ്വരോപാസന ചെയ്യുമ്പോഴും ഏതോ ഒരു ദേവത, അന്യവൽക്കരിക്കപ്പെട്ട ദേവതയെ നമ്മൾ ഊട്ടുന്നു, ഉറക്കുന്നു, താരാട്ട് പാടുന്നു, പലതും ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവനും ജീവൻ്റെ ഈശ്വരൻ്റെയുമായിട്ടുള്ള ഭേദകൽപ്പനയിലൂടെ ചെയ്യുന്ന ചില കാര്യങ്ങൾ മാത്രം. അത് ജീവൻ്റെ സംതൃപ്തിക്ക് എന്നുള്ള, ജീവൻ്റെ എന്ന് പറഞ്ഞാൽ വ്യക്തി, ആ വ്യക്തിയുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ളത്. അതിൽ കൂടുതലൊന്നുമില്ല. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അതൊരു കർമ്മമായിട്ട് അതിൻ്റെ ഫലവും കുറച്ച് കിട്ടുന്നു. അങ്ങനെ കിട്ടുന്ന ഫലമാണ് പുണ്യം എന്ന് പറയുന്നത്. അത് ദുഃഖനിവൃത്തി തരും. അത് ദുഃഖനിവൃത്തി തന്നു കഴിയുമ്പോൾ നമ്മൾ ഒന്ന് ശാന്തമാകും. ഒന്ന് ശാന്തമായി കഴിഞ്ഞാൽ ദുഃഖനിവൃത്തി നിന്ന് കഴിഞ്ഞാൽ അപ്പം ഉപാസന നീക്കി. ഇതാണ് അതിൻ്റെ പ്രത്യേകത. എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അവസാനിക്കുന്നതാണ് ഈശ്വര സേവ എന്ന് പറയുന്നത്. കിട്ടുന്നിടം വരെയേ ഉള്ളൂ. കിട്ടാത്തവൻ കൂടുതൽ സേവിക്കും, കിട്ടുന്നവൻ സേവ നിർത്തും എന്നുള്ളതാണ്. ഇതാണ് മിക്കവാറും ഈ ആധ്യാത്മിക സാധകരെന്ന് പറയുന്നത് തുടക്കത്തിലെന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടിലായിരിക്കും. വളരെ കഷ്ടപ്പാടിലുള്ള ശാരീരിക പീഡയോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടോ, അതുമല്ലെങ്കിൽ സപത്നാഹ എന്ന് പറയുന്ന മതി. സപത്നാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ
ആരുടെയും നിന്നെങ്കിലും സഹോദരങ്ങളിൽ നിന്നുള്ള ദ്രോഹം വരിക. ഇപ്പം ദുര്യോധനും ധർമ്മപുത്രയുടെ കാര്യം പറഞ്ഞ മാതിരിയുള്ള സഹോദരന്മാരിൽ നിന്നുള്ള ദ്രോഹം വരിക, അയൽവക്കക്കാരിൽ നിന്ന് ദ്രോഹം വരിക, പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്കൂളിൽ പോകുമ്പോൾ സുഹൃത്തുക്കളിൽ നിന്നുള്ള ദ്രോഹം. സുഹൃത്ത് എന്ന് പറയാൻ പറ്റുന്ന കൂടെ സഹപാഠികൾ, അതാണ് അങ്ങനെയുള്ളവരുടെ ദ്രോഹം. പിന്നെ സുഹൃത്തായിട്ട് നിന്നിട്ട് കൂട്ടത്തിൽ ചതിക്കുന്നവരുടെ നിന്നുള്ള ദ്രോഹം വരിക, ബന്ധുവായിട്ട് നിന്നുകൊണ്ട് ചതിക്കുന്നവരുടെ ദ്രോഹം വരിക. ഇങ്ങനെയൊക്കെ നിന്ന് കഴിയുമ്പോഴാണ് ഒരുമാതിരി പരാധീനതകളൊക്കെ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥന തുടങ്ങും. അപ്പം പിന്നെ ചില പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥന കടുത്ത് കഴിയുമ്പോഴത്തേക്ക് വിരക്തി വന്നിട്ട് പ്രാർത്ഥന മാത്രം ജീവിതമാക്കിക്കൊണ്ട് പോകും. ചില ആൾക്കാരൊക്കെ വിട്ടുപോകും. അങ്ങനെയൊക്കെ പല രീതിയിൽ ചെയ്യും. അവിടെയൊക്കെ എന്ന് പറയുന്നത് തീവ്ര ഉപാസനകൾ എത്ര കാലം നിൽക്കുന്നു എന്നുള്ളത്. ദുഃഖനിവൃത്തി വരുന്നിടം വരെ ഉള്ളി തീവ്ര ഉപാസനകൾ ആരുടെ നോക്കിക്കഴിഞ്ഞാൽ ദുഃഖനിവൃത്തി വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് അവരുടെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് ചിലപ്പോൾ മാറിയെന്ന് വരാം. ലൈഫ് സ്റ്റൈലായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് അവരങ്ങനെ തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർ ദുഃഖനിവൃത്തിക്ക് വേണ്ടിയിട്ട് അവരൊന്നും ചെയ്യുന്നതല്ല, പകരം അതൊരു ലൈഫ് സ്റ്റൈലായതുകൊണ്ട് തുടരുന്നേ ഉള്ളൂ. മറ്റേതാണെന്നുണ്ടെങ്കിൽ ദുഃഖനിവൃത്തി നിന്ന് കഴിയുമ്പോൾ അതിൻ്റെ പിന്നെ ഉപാസനയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇത്തരത്തിലൊക്കെയാണ് സാധാരണ മനുഷ്യജീവിതം പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പരബ്രഹ്മസ്വരൂപം എന്താണെന്ന് കാണിച്ചു തരിക, അതേമാതിരി തന്നെ ഈ ജീവനും പരബ്രഹ്മവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കാണിച്ചു തരിക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ടത് ഈ ജഗത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ആദിത്യാദി ദേവതകളുടെ അല്ലെങ്കിൽ ആദിത്യാദി പുരുഷന്മാരുടെ സൃഷ്ടാവാരാകുന്നു, അത് മറ്റൊരു ജീവൻ എന്ന് പറയുക സാധ്യമല്ല, പകരം പരമേശ്വരൻ തന്നെ എന്ന്. അതായത് ഇവിടെ മിഥ്യാ ദൃഷ്ടി ഇവിടെയൊന്നും വെക്കാൻ പാടില്ല എന്ന് സാധ്യം. മിഥ്യാസംവാദം അതിനകത്ത് മറ്റൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാവർക്കും ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്കൃഷ്ട സ്ഥാനത്തിരുത്തി ഉപാസിക്കേണ്ടതായ ഒരു ദേവതാവിശേഷം എന്നുള്ളതാണ്. ഇതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ഉത്കൃഷ്ട സ്ഥാനമുണ്ട്, വിശേഷ കർമ്മങ്ങളുണ്ട്, പിന്നെ ബഹുമാനിക്കാൻ പഠിക്കണം. നമ്മൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിന്ദാപരമായിട്ട് എന്ന് പറയപ്പെടുന്ന ഇവിടെ ആൾക്കാർ കൽപ്പിച്ചു വെച്ചിരിക്കുന്ന ഇത് നിന്ദാപരമാണ് എന്ന തരത്തിൽ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിക്കണം എന്നുള്ള രീതിയിലാണ്, അതിനെ അതിക്രമിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും കൊണ്ടു നടക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഉപാസനയൊക്കെയാണോ ഈ ഉപനിഷത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഉപനിഷത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതൊന്നും അല്ല. ഉപനിഷത്തിൽ ഇവിടെ എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഇതെല്ലാം ഈശ്വരൻ്റെ സൃഷ്ടിയാവും, അതിലുള്ള സംശയവുമില്ല എന്നുള്ളത്. പിന്നെ ആ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ഏതോ സ്ഥാനത്തിരുന്നു കൊണ്ട് ഏതോ മഹത് കർമ്മം ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്നു എന്നുള്ളത് അപ്രകാരമാണോ? ഇതൊക്കെയാണ് നമ്മളിവിടെ ഈശ്വരൻ്റെ മഹത്വം എന്ന് പറയുന്നത്. നമ്മുടെ സങ്കല്പത്തിനെ അതിക്രമിച്ചിട്ടാണ് ഈശ്വരൻ്റെ മഹത്വം നിൽക്കുന്നത്. അപ്പോൾ ഈശ്വരൻ്റെ മഹത്വം നമ്മുടെ സങ്കല്പത്തെ അതിക്രമിച്ച് നിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയുടെ പരിമിതത്വമാണ്. ബുദ്ധി നമ്മുടെ ചെറിയൊരു കുടത്തിനകത്ത് കൊള്ളാൻ സാധിക്കുന്ന വെള്ളമല്ലേ അതിനകത്ത് കൊള്ളത്തുള്ളൂ. അതേമാതിരി ഈ പ്രപഞ്ചത്തിലെ എത്ര കാര്യം നമുക്കറിയാൻ സാധിക്കുന്നു, അത്ര കാര്യങ്ങൾ കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ബുദ്ധി മാത്രമേ നമുക്കുള്ളൂ. കൂടുതൽ നമ്മൾ ബുദ്ധിയെ കഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ആൾ ബുദ്ധി കെട്ടവനായിട്ട് പോകുമെന്നുള്ളതാണ്. ബുദ്ധി കെട്ടവനാണെങ്കിൽ മതി കെട്ടവനായിട്ട് പിന്നെ അവന് സ്ട്രോക്ക് വല്ലതും വരും, അതേ ഉള്ളൂ. കാരണം ഇവിടെ അവനവൻ്റെ കഴിവിനെ അതിക്രമിച്ചുകൊണ്ട് നമ്മുടെ തലയെ നമ്മൾ വർക്ക് ചെയ്യാൻ വിടരുത്. നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് ഒരു പരിമിത ശേഷിയുള്ള ബുദ്ധിയാണ്. മനസ്സെന്ന് പറയുന്നത് ഒരു പരിമിത ശേഷിയുണ്ട്. ആ പരിമിത ശേഷിയുള്ളതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ, ഈ ചില വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല, ഹൃദയാഘാതം വരുന്നു. കാരണം കേട്ടത് മനസ്സിലാണ്, പക്ഷേ ഹൃദയാഘാതവുമായിട്ട് എന്താണ് ബന്ധമെന്ന്? ഹൃദയാഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മുഖത്താണ് മാറ്റങ്ങൾ വരും. മുഖത്ത് മാറ്റങ്ങൾ വരുമ്പോഴാണ് ഇപ്പോൾ മുഖവും മനസ്സും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ബന്ധമാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മുടെ ശരീരത്തിൻ്റെ വേറെ ഭാഗങ്ങളിലൊന്നും ഈ ചിന്തയും മനസ്സും ചിന്തിക്കുമ്പോൾ മാറ്റമൊന്നും വരത്തില്ല, പക്ഷേ മുഖത്ത് മാറ്റം വരും. അപ്പം നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച് നമ്മൾ മുഖം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മുഖം കൊണ്ടാണോ ചിന്തിക്കുന്നതെന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ചില വാർത്തകൾ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഹൃദയാഘാതം വരുന്നു,
നടുക്കം മുഖത്ത് കാണുന്നു, ഹൃദയാഘാതം വരുന്നു, ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് സ്ട്രോക്ക് വരുന്നു. ഇങ്ങനെ പല പല സംഭവങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അത് ഈ കടുത്ത ചില വിഷയങ്ങൾ അത് മനസ്സിലേക്ക് കിട്ടുന്നു. മനസ്സിൽ നിന്ന് അത് ശരീരത്തിലേക്ക് എങ്ങനെയാണ് വ്യാപിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് പറയാൻ പറ്റത്തില്ല. ഒരുപാട് കാര്യങ്ങൾ അവിടെ കിടക്കുന്നു എന്നുള്ളത് ഇനിയും നമ്മൾ ഗവേഷണം നടത്തേണ്ട വിഷയങ്ങളാണ് അവിടെയൊക്കെ. എങ്ങനെയാണ് ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ അതൊരു ഹൃദയാഘാതത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് ഹൃദയസ്തംഭനം ഈ മാതിരി വാർത്തകളെ ആശ്രയിച്ചുകൊണ്ട് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ചില വാർത്തകൾ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മയങ്ങിക്കിടന്നവന് വളർന്നു വരുന്നത്. ഇങ്ങനെയുണ്ടല്ലോ ചിലത്, അങ്ങനെ ഉണ്ടാവാം. ഇങ്ങനെയൊക്കെ പല സംഭവങ്ങളും ഇവിടെ നടക്കും. അപ്പോൾ ഇവിടെ പലതും നടക്കുന്നു എന്നുള്ളതൊക്കെയാണ്. പലതും നടക്കുന്നത് കണ്ടുകൊണ്ട് ചിലപ്പോൾ അത് ഈശ്വര അനുഗ്രഹമായിട്ട് ഈശ്വരവിശ്വാസമൊക്കെ ആയിട്ട് നമ്മൾ എടുക്കുകയും ചെയ്യുന്നു. ഈശ്വര അനുഗ്രഹമല്ലാതെ ഇവിടെ യാതൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇനിയിപ്പോൾ ആ ഈശ്വരാനുഗ്രഹത്തിന് ഇപ്പം നമ്മൾ പ്രയത്നിച്ചാലും ഇല്ലെങ്കിലും ഈശ്വരാനുഗ്രഹം ഉണ്ട്, അത് വേറൊരു യാഥാർത്ഥ്യം. കാരണം സർവം കല്ലിതം ബ്രഹ്മമാണെന്നുണ്ടെങ്കിൽ ഈശ്വരനല്ലാതെ വേറൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ഈശ്വരാനുഗ്രഹത്തിൽ തന്നെയാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ ആ അനുഗ്രഹത്തിൽ നമുക്കിഷ്ടപ്പെട്ടതും നമുക്കിഷ്ടപ്പെടാത്തതും ഒക്കെ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് ചിലപ്പോൾ മാറിയും മറിഞ്ഞു വന്നിട്ടില്ല. അപ്പം നമ്മൾ ഈ ബുദ്ധിയെയും ഈശ്വരാനുഗ്രഹത്തിനെയും കൂടെ ഒന്ന് ട്യൂൺ ചെയ്യണം, അത്രയേ ഉള്ളൂ. ഒന്ന് ഒത്തുപോകുന്ന തരത്തിൽ ആക്കണം എന്നുള്ളത്. കാരണം ഒരു രാക്ഷസ ജന്മം കിട്ടുക എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹം തന്നെയാണ്. ഒരു ജന്മം ഏത് ജന്മം കിട്ടുന്നത് ഈശ്വരാനുഗ്രഹമാണ്. ഈശ്വരാനുഗ്രഹം അല്ലാതെ ഈശ്വര ശാപം എന്ന് പറയുന്ന ഒന്നില്ല. ഈശ്വരാനുഗ്രഹം അല്ലാണ്ട് ഈശ്വരാനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സമമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് രാക്ഷസ ശരീരം വേണ്ട എന്നുണ്ടെങ്കിൽ അത് കിട്ടാതിരിക്കാൻ നമ്മൾ നോക്കണമെന്നേ ഉള്ളൂ. ഒരു മനുഷ്യ ശരീരം കിട്ടുന്നതും ഒരു മനുഷ്യജന്മം കിട്ടുന്നതും ഒരു രാക്ഷസ ജന്മം കിട്ടുന്നതും ഒരു ദേവജന്മം കിട്ടുന്നതും ജന്മം ഏതായി കഴിഞ്ഞാൽ ഈശ്വരാനുഗ്രഹമാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? രാക്ഷസ ജന്മം ഉപേക്ഷിച്ചിട്ട് നമ്മൾ ദേവജന്മം കിട്ടാൻ വേണ്ടി നമുക്കൊരു പ്രയത്നിക്കാമെന്ന് പറയും. അപ്പോൾ നമ്മളുമായിട്ട് ഈ നിയമങ്ങളുമായിട്ട് ഈശ്വരൻ എന്ന് പറയുന്ന ഈശ്വര നിയമങ്ങളും അഭേദത്വമുണ്ട്. അപ്പോൾ ആ ഈശ്വര നിയമങ്ങളുമായിട്ട് ഏത് നിയമങ്ങളെ അനുസരിച്ച് കഴിഞ്ഞാൽ ദേവശരീരപ്രാപ്തി കിട്ടുന്നു അതനുസരിച്ച് നീങ്ങുക എന്നുള്ളത്. അപ്പോൾ ഏത് നിയമങ്ങൾക്കനുസരിച്ചാണോ രാക്ഷസപ്രാപ്തി കിട്ടുന്നത് അതനുസരിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ പോയി എത്തും. അപ്പോൾ അതിനകത്ത് സ്വീകരിക്കുന്ന വഴിക്കനുസരിച്ചിട്ടാണ് ഈശ്വരാനുഗ്രഹം നിൽക്കുന്നത്. ഈശ്വരാനുഗ്രഹം എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അത് നമുക്ക് എന്താണോ നമുക്ക് വേണ്ടത് അതനുസരിച്ച് പോകണം എന്ന് സാരം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഉപനിഷത്തിലൂടെ നമുക്ക് അതിനകത്തൊരു വ്യക്തത കിട്ടുന്നു. ഈ ആദിത്യാദികളുടെ എല്ലാം ചേതനാവാനായിട്ടുള്ള പുരുഷൻ തന്നെയാകുന്നു ആദിത്യാദികളുടെ കർത്താവ് എന്ന് കിട്ടുന്നു. ജീവമുഖ്യ പ്രാണലിംഗാത്മ ചേതദ്വ്യാഖ്യാതം. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞില്ലേ, ആ പറഞ്ഞതിൻ്റെ മുഴുവനും കൂടെ ഒരു സാരമാണ് ഈ സൂത്രം പറയുന്നത്. ജീവ മുഖ്യ പ്രാണലിംഗാത്. ഇത് ജീവനാണ് സൃഷ്ടാവെന്ന് പറഞ്ഞാലും ശരിയല്ല, മുഖ്യപ്രാണനാണ് സൃഷ്ടാവെന്ന് പറഞ്ഞാലും ശരിയല്ല. ഇതി ആണെങ്കിൽ അല്ല. തദ്വ്യാഖ്യാതം ഇത്രയും നേരം പറഞ്ഞില്ലേ, തദ്വ്യാഖ്യാതം അത് വിശദീകരിച്ചിരിക്കുന്നു എന്ന്. സർവാൻ പാപ്മനഃ അപഹത്യ സർവേഷാം ച ഭൂതാനാം ശ്രൈഷ്ഠ്യം സ്വാരാജ്യമാധിപത്യം പര്യേതി യേവം വേദ എന്ന്. അപ്പോൾ എന്താണ് ഇത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്? അതായത് ആദിത്യാദി പുരുഷന്മാരുടെ സൃഷ്ടാവ് ഈ പരമേശ്വരനാണെന്ന് പറയാൻ എന്താ കാരണം എന്ന് പറയുന്നത് പ്രാണനുമല്ല, അതായത് ജീവാത്മാവുമല്ല എന്ന് വ്യാഖ്യാനിച്ചല്ലോ. അപ്പോൾ എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? അതിതാണ്, അതായത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഉപസംഹാരം, അതായത് ഈ മുഴുവൻ ടെക്സ്റ്റിൻ്റെ ഈ ആരംഭം ഉണ്ടല്ലോ, സൂത്രത്തിലെ അല്ല ഉപനിഷത്തിൽ, അവിടെ ഉപക്രമത്തിൻ്റെ ഉപസംഹാരവും കൂടെ നോക്കിയിട്ട് അവിടെയാണ് അതിൻ്റെ വിഷയം കിടക്കുന്നത്. അപ്പോൾ ഈ ഉപക്രമത്തിൽ പറഞ്ഞിരിക്കുന്നത് പൂർത്തീകരിക്കുന്നത് ഉപസംഹാരത്തിൽ പൂർത്തീകരിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സർവാൻ പാപ്മനഃ അപഹത്യ, അപ്പോൾ ഇങ്ങനെ സർവപാപങ്ങളെയും ഉപേക്ഷിച്ചിട്ട് സർവേഷാം ച ഭൂതാനാം ശ്രൈഷ്ഠ്യം എന്ന്, എല്ലാ ഭൂതങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ളവനായിട്ടും, ഭൂതങ്ങളെന്ന് പറഞ്ഞാൽ ഭവിച്ചവ എന്നർത്ഥം, ഉണ്ടായിട്ടുള്ള, ഇവിടെ ഉണ്ടായിട്ടുള്ളവയിൽ എല്ലാത്തിനേക്കാളും അറിയാവുന്ന എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠതയുള്ളവനായിട്ടും
അവരുടെ മേലെല്ലാം ആധിപത്യമുള്ളവനായും പിന്നെ മറ്റുള്ളവരുടെ അധീനതയിൽ പെടാത്തവനുമായിട്ടും. അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റുള്ളവരുടെ ആരെങ്കിലും ചിരിച്ചു കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ അവരുടെ അധീനതയിൽ പെട്ടുപോകുന്ന തരത്തിലാണ് മനുഷ്യബുദ്ധി നിൽക്കുന്നതെന്ന്. നമ്മുടെ വീക്ക്നെസ്സാണിത്. നമ്മുടെ വീക്ക്നെസ് രണ്ട് പേരോടാണുള്ളത്. രാഗം കാണിക്കുന്നവരോടും നമ്മൾ അവരുടെ അധീനതയിൽപ്പെട്ടു പോകും, ദേഷ്യം കാണിക്കുന്നവരുടെ അവരുടെ അധീനതയിൽപ്പെട്ടു പോകും എന്നുള്ള ഈ തരത്തിലുള്ള ദേഷ്യം കാണിക്കുന്നവരുടെ അധീനതയിൽപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മൾ അവരുടെ മേൽ ശ്രദ്ധ വെച്ചുകൊണ്ടിരിക്കുക. അവർ ഏത് തരത്തിലാണ് ഉപദ്രവിക്കുന്നത്. പിന്നീട് അവരുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, അതിനകത്തുള്ള ഗൂഢാർത്ഥം എന്താണെന്നുള്ളത് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. രാഗമുള്ളവരുടെ മേലും നമ്മളെപ്പോഴും ശ്രദ്ധ വെക്കും. രാഗമുള്ളവരുടെ മേലിൽ ശ്രദ്ധ വെക്കുക എന്ന് പറയുന്നതിനകത്ത് നമുക്ക് അവിടെയാണ് നമുക്കൊരു ഹർഷം ഉണ്ടാവും. ഈ ഹർഷവും വിഷാദവും എന്ന് പറയുന്ന രണ്ടുമുണ്ട്. വിഷാദം മറ്റുള്ളവരിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഹർഷം ഈ രാഗം കാണിക്കുന്നവരിൽ നിന്ന് നമുക്ക് രാഗം കാണിക്കുന്നവർ ഹേതുവായിട്ട് നമ്മുടെ മനസ്സിൽ ഹർഷം ഉണ്ടാകും, അത്രയേ ഉള്ളൂ. രാഗം കാണിക്കുന്നവർ നമുക്ക് ഹർഷമൊന്നും ഉണ്ടാക്കി തരുന്നില്ല. പക്ഷെ രാഗം കാണിക്കുന്നവരുടെ ഹേതുവായിട്ട് അവിടെ നമുക്ക് സ്വന്തം എന്നൊരു തോന്നൽ വരുന്നു, ബന്ധം എന്ന് പറഞ്ഞ തോന്നൽ വരുന്നു, നമുക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നവരാണെന്ന് തോന്നൽ വരുന്നു, നമുക്ക് വേണ്ടിയിട്ട് ധനം കൊണ്ടുതരുന്നതാണ് ബലിമാവഹന്തി എന്ന് പറയുന്നില്ല, അവർ നമുക്ക് ബലി കൊണ്ടുതരുന്നവർ. മറ്റു മുമ്പ് പറഞ്ഞ മാതിരി പറഞ്ഞില്ല, അവിടെ ബന്ധുക്കളെ പിന്നെ ആത്മാവിനെ രക്ഷിക്കുന്നു, ആത്മാവിനെ രക്ഷിക്കുന്നു, പ്രാണങ്ങളെ ആത്മാവ് രക്ഷിക്കുന്നു. അതേമാതിരി ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി എങ്ങനെയാണോ സ്വജനങ്ങൾ ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയെ രക്ഷിക്കുന്നു, ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി സ്വജനങ്ങളെ രക്ഷിക്കുന്നു. അപ്പോൾ ഇപ്രകാരം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നവർ, നമ്മളോട് പറയുന്നവർ, നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവരെന്ന് പറയുന്നത്, നമ്മളെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നത്, ഇതൊക്കെ നമ്മുടെ ഒരു ധാരണയിൽ. അത് കാരണം നമുക്ക് അവരോട് പ്രിയം തോന്നുന്നു. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയം തോന്നുന്ന പല രീതിയിലാണ്. അവരുടെ രൂപത്താൽ നമുക്ക് ഹർഷമുണ്ടായി, അപ്പം അവരുടെ വചനത്താൽ നമുക്ക് ഹർഷമുണ്ടായി, അവരുടെ സാന്നിധ്യത്താൽ നമ്മൾക്ക് ഹർഷമുണ്ടായി. ഹർഷം എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ടായി എന്നൊക്കെ ഉള്ളൂ, അല്ലാതെ അതിനെ തുള്ളിച്ചാടി എന്നുള്ള ശീലിക്കുന്നത് പല രീതിയിലാണ്. തുള്ളൽ പല രീതിയിലുണ്ടാവും. ഏത് തരത്തിലുള്ള തുള്ളലാണെന്നുള്ളത് ഓരോരുത്തർക്കും അവരുടെ അനുഭവത്തിലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുമല്ല എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് ധനം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു, അതൊരു ഹർഷത്തിന് കാരണമായി. നമുക്കൊരു സ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു, അതും നമുക്ക് ഹർഷത്തിന് കാരണമാകുന്നു. അതായത് നമ്മൾ കമ്പനി കയറണം, കമ്പനിയുടെ നമ്മൾ ചെയർമാനായിട്ട് ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ ഇതുണ്ടല്ലോ, ഇപ്പം ഈ ഡയറക്ടേഴ്സ് ഇതിനകത്തുണ്ടല്ലോ, ഈ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയൊക്കെ ഡയറക്ടേഴ്സ്. അപ്പോൾ അതിന് വേണ്ടി ഇലക്ഷനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇലക്ഷന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാൾ, പിന്നെ ഈ നിൽക്കുന്ന ആൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന കുറച്ച് ആൾക്കാർ, അതല്ലെങ്കിൽ നമ്മുടെ ഈ വാർഡ് മെമ്പറിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാൾ, പിന്നെ ആ മെമ്പറാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ആൾക്കാരുണ്ട്. അത് വോട്ട് ചെയ്യാൻ പോകുന്നവരല്ല, അല്ലാതെ പ്രയത്നിക്കാൻ പോകുന്നവർ. അപ്പോൾ ഈ പ്രയത്നിക്കാൻ പോകുന്നവർ ഇവർക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവർക്ക് സ്ഥാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നവരോട് പ്രിയമുണ്ട്. ഇങ്ങനെ പല രീതിയിലാണ് നമുക്ക് പ്രിയം ഉണ്ടാകുന്നത്. ഇങ്ങനെ പല രീതിയിലുള്ള ഏതൊക്കെ തരത്തിലാണ് പ്രിയം ഉണ്ടാകുന്നത് പറയാൻ പറ്റുന്നത്. അപ്പോൾ ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഗമുള്ളവരുടെ അടുത്ത് നമ്മൾ പെട്ടുപോയി. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ദാസന്മാരായി തീരുന്നു. പിന്നെ ദേഷ്യമുള്ളവരുടെ അടുത്ത് നമ്മൾ പെട്ടുപോയി. പിന്നെ അവരുടെ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്കും ഒരു വിധേയത്വം വന്നിട്ടുണ്ട്. കാരണം അവരുടെ നമ്മളെപ്പോഴും ശ്രദ്ധ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദാസത്വം അവർ സമ്മതിച്ചു കൊടുക്കത്തില്ല, ദാസനാവാതിരിക്കാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നതുണ്ടെങ്കിലും എപ്പോൾ അവരെ കേട്ടാലും നമ്മുടെ മുഖം ചുമക്കുന്നു എന്നുള്ളത്. കൂടുതൽ വികാരം ആരെക്കുറിച്ച് ഓർക്കുമ്പോഴാണോ കൂടുതൽ വികാരം ഉണ്ടാകുന്നത്, അവർ നമ്മുടെ മനസ്സിൽ കയറി പിടിക്കുന്നത് വളരെ ആഴത്തിലാണെന്നുള്ളത്. ആഴത്തിൽ നമ്മൾ മനസ്സിൽ കയറി പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമപ്പെട്ടു എന്നുള്ള സാരമാണ്. ഇങ്ങനെയാണ് രാഗദ്വേഷങ്ങൾ നമ്മളെ അടിമപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിനകത്ത് രക്ഷ വല്ലതും ഉണ്ടാകുന്നത്. മൃഗങ്ങളായാൽ രക്ഷപ്പെടുവാണ്. മൃഗങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പകുതി മയക്കത്തിൽ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ഈ മൃഗങ്ങളായെന്ന് പറഞ്ഞാൽ ഒരല്പം ബുദ്ധിയിൽ അല്പം മനസ്സിൽ നിൽക്കുന്നു എന്നുള്ളതല്ലാണ്ട് ബാക്കിയുള്ളതൊക്കെ എന്ന് പറയുന്നത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഉറങ്ങിക്കിടക്കുന്നവനെ കുറച്ചൊന്നുണർന്നിട്ട് അങ്ങ് മയക്കത്തിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഒരു ബുദ്ധിയിലാണ് ഈ മൃഗങ്ങളുടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ബുദ്ധിയാണെന്നുണ്ടെങ്കിൽ മനുഷ്യനായി പോയേനെ, കുറയ്ക്കുന്ന മനുഷ്യൻ എന്നുള്ള രീതി. മനുഷ്യ ശരീരം ഇല്ലെന്നേ ഉള്ളൂ, ഇവനൊരു മനുഷ്യൻ തന്നെയാണെന്ന് നമ്മൾ മൃഗങ്ങളെ നോക്കി ഒരു ജന്തുക്കളെ നോക്കി പറയേണ്ടി വരും. അത്രയ്ക്ക് ബുദ്ധിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവന് പറയാനറിയത്തില്ലെങ്കിൽ എന്താ, അവന് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാമെന്നുള്ള രീതിയിൽ നമ്മൾ പറയേണ്ടി വരും. പക്ഷേ അവന് എത്രയ്ക്ക് ബുദ്ധിയുള്ളൂ എന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മൃഗങ്ങളുടെയൊക്കെ കാര്യമൊക്കെ വിടുക, പിന്നുള്ളത് മനുഷ്യരുടെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സർവാത്മാത്മനഃ അപഹത്യ സർവേഷാം ച ഭൂതാനാം ശ്രൈഷ്ഠ്യം, അങ്ങനെയാണ് ശ്രേഷ്ഠത. ഈ രാഗദ്വേഷങ്ങളെല്ലാം അതിക്രമിച്ചുകൊണ്ട് ഇവൻ ശ്രേഷ്ഠതയെ നേടുന്നു. എന്നിട്ടോ സ്വാരാജ്യം ആധിപത്യം
പര്യേതി, അവൻ സ്വരാട്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരാജ്യ സാമ്രാട്ട് എന്ന് പറയുന്നത്, അവൻ സ്വന്തം രാജ്യത്തിൻ്റെ അധിപതിയാവും. ഇതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതവൻ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ രാഗത്തിനും വിധേയമായില്ല, ദ്വേഷത്തിനും വിധേയമായില്ല. രാഗത്തിനും രാഗദ്വേഷോ തൗഹ്യസ്യ പരിപന്തിനൗ എന്നുള്ളത്, തയോർനവശമാകച്ചേ തൗഹ്യസ്യ പരിപന്തിനൗ ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. ഇവർ രണ്ടുപേരും നമുക്ക്, രാഗവും ദേഷ്യവുമാണ് നമ്മുടെ ഈ ശത്രുക്കളെന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ആരോടെങ്കിലും സ്നേഹം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ശത്രുക്കളായിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. അതൊരു വ്യക്തിയാണ്, ആ വ്യക്തിയല്ല അവിടുത്തെ ശത്രു. അതേമാതിരി ഏതെങ്കിലും നമ്മൾ ഒരു വ്യക്തിയുടെ നമ്മൾ ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ ശത്രുവായിട്ട് എടുക്കണം. അതല്ല ഭഗവാൻ ഇവിടെ പറഞ്ഞു. തൗഹ്യസ്യ പരിപന്തിനോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോട് ദേഷ്യമുണ്ടോ അവൻ എന്നെ ശത്രുവായിട്ട് കാണണം, ആരോട് സന്തോഷമുണ്ടോ അവനെ പ്രീതിയുണ്ടോ അവരോട് ശത്രുവായിട്ട് കാണണം. അതല്ല പറഞ്ഞത്. നമ്മൾ പറഞ്ഞ ഇവിടെ എന്താ, രാഗവും ദേഷ്യവും ഒരുവൻ്റെ അന്ധക്കരണത്തിൽ നിന്നുകൊണ്ട് അവനെ കാർന്ന് തിന്നുന്ന ഒന്നായിട്ട് മാറിക്കഴിയുമ്പോൾ അതാണ് ശത്രു എന്ന് പറയുന്നത്. അല്ലാതെ തെറ്റിദ്ധരിക്കരുത്. ഇത് ആധ്യാത്മികത പല തെറ്റിദ്ധാരണകളിൽ ഒന്നാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രാഗദ്വേഷങ്ങളെ പരിത്യജിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ള കാണുന്നവരുടെ മുന്നേ ഉടനെ മോഹം വീർപ്പിച്ചിരിക്കണം എന്ന് പറയുന്ന വേറെ ചിലരുടെ സ്വഭാവമാണ്. അങ്ങോട്ട് ആരെങ്കിലും ഒന്ന് പല്ല് കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ മോഹം തിരിക്കുക, ഞാൻ രാഗദ്വേഷങ്ങളെ അതിക്രമിച്ചിട്ടിരിക്കുന്നവൻ. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഓരോ പോക്ക് പോകുന്നത്. നമുക്ക് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു ഭയങ്കര അപാരമെന്ന് തോന്നുന്നു. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, സന്തോഷത്തോടുകൂടി കഴിയുക, സൗഹാർദ്ദത്തോടുകൂടി കഴിയുക, പിന്നെ എന്ന് പറഞ്ഞാൽ പരസ്പരം സഹായത്തോടുകൂടി കഴിയുക എന്നുള്ളത്. അല്ലാതെ വേറൊന്നുമല്ല. ആ മനുഷ്യൻ ജീവിതത്തിൽ ഇത്രയൊക്കെ പറ്റത്തുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും ആർക്കും ഒന്നും പറ്റത്തില്ല. പിന്നെ ചിലർ പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് ഈശ്വരോപാസന എന്ന് പറഞ്ഞുകൊണ്ട് ഗുരു ഉപാസന ചെയ്ത് കഴിഞ്ഞാൽ ഈശ്വരോപാസന. ഗുരു ഉപാസന ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ശാസ്ത്രം പഠിക്കുമ്പോൾ ഒരു ഗുരു വേണം, അത്രയേ ഉള്ളൂ. അപ്പം ഗുരുവിൻ്റെ അടുത്തുനിന്ന് പഠിക്കുക, എന്നിട്ട് അതിന് ശേഷം പിന്നെ മറ്റുള്ള ഉപാസനകളെല്ലാം മാറ്റി വെച്ചിട്ട് ഗുരുവിനെ പൂജിക്കുക, ഗുരുവിൻ്റെ പ്രതിമ വെച്ച് പൂജിക്കുക, അത് വേറെ. ഇതൊക്കെ എന്ന് പറയുന്നത് ഇടക്കാലത്ത് ഏതോ ഒരു കാലഘട്ടത്തിൽ ആരോ കുറച്ചുണ്ടാക്കി വിട്ടതാണ് സംഭവങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, രാമൻ്റെ ഗുരു വസിഷ്ഠൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇന്ന് രാമൻ അതിന് ശേഷം പിന്നെ എന്നും വസിഷ്ഠനെ കുറിച്ച് തന്നെ ഉപാസിച്ചുകൊണ്ട് നടക്കല. അങ്ങനെയല്ല. പഠിക്കുന്ന കാലത്ത് നമ്മൾ സേവിക്കുന്നു, അത് കഴിയുമ്പോൾ നമ്മൾ ഈ നമ്മുടെ മറ്റുള്ള കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെയും വിടുന്നു, നമ്മൾ വിട്ടും പോകുന്നു എന്നുള്ള രീതി. അല്ലാതെ ഇത് ഒരിക്കലൊന്ന് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആയുഷ്കാലം നമ്മൾ കൊണ്ട് നടക്കണ്ട, തലയിൽ വെച്ചുകൊണ്ട് നടക്കണ്ട, മെതിയുടെയും തലയിൽ വെച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ബുദ്ധിയെ നമ്മൾ ഇടരുത് എന്നുള്ളത്. പിന്നെ നമുക്ക് ഗുരു, അപ്പം പിന്നെന്താ, മനുഷ്യ ശരീരത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് ഗുരു ദൃഷ്ടി വെക്കാൻ പാടില്ല. പിന്നെ ഗുരുവിനെ വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരമേശ്വരനെ ഗുരുവായിട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഇപ്പം ചിലർക്കാണെന്നുണ്ടെങ്കിൽ അതിലൊരു തൃപ്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം. അപ്പോൾ അതിന് ദക്ഷിണാമൂർത്തി, മൗനം വ്യാഖ്യ പ്രകടിത പരബ്രഹ്മതത്വം എന്നുള്ള രീതിയിൽ അപ്പം ആ ദൃഷ്ടിയിൽ നമുക്ക് വെക്കാമെന്നുള്ളത്. അപ്പോൾ എങ്ങനെയായിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ് ഉപാസിക്കേണ്ടത്? പരമേശ്വരനെ തന്നെയാണ് ഉപാസിക്കേണ്ടത് എന്നുള്ളത്. അപ്പം ചിലരപ്പം ചോദിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർവം ഖല്ലിതം ബ്രഹ്മമാകുമ്പോൾ എന്തിനെ ഉപാസിച്ചാലും മതി. ആ ഒരു ദൃഷ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനെ ഉപാസിക്കാൻ. അതല്ലാതെ ഇത് എൻ്റെ ഗുരുവാണ്, എന്നിട്ട് ഇതാണ് എൻ്റെ ദേവത, ബാക്കിയുള്ളവർ മുഴുവൻ ഈ ദേവതയെ ഉപാസിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. പിന്നെ അതിൻ്റെ പേരിൽ വലിയ രാഗദ്വേഷങ്ങൾ, എൻ്റെ ഗുരുവിനെ ഇയാൾ ബഹുമാനിച്ചില്ല, അതുകൊണ്ട് അവരുമായിട്ട് എനിക്കൊരു സഹകരണം ഉണ്ടാകത്തില്ല, ഇതെൻ്റെ പ്രതിജ്ഞയാകുന്നു. പിന്നെ ഈ ഗുരുവിന് ഇതിനെ വെറുതെ നമ്മൾ അധികം പറയാൻ പോകുന്നു. അപ്പോൾ ഈ തരത്തിൽ പോകുന്നതൊക്കെ അല്പബുദ്ധികളാണെന്നുള്ളത്. അപ്പോൾ എവിടെ എന്താണ് ഒരു ഗുരു എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ. ഗുശബ്ദസ്തന്തകാരത്വാത് രുശബ്ദസ്തന്നിരോധക അന്ധകാര നിരോധിത്വാത് ഗുരുരിത്യഭിധീയത്തെ. അറിവില്ലായ്മയ്ക്ക് അറിവ് നൽകിക്കഴിഞ്ഞാൽ ഗുരു എന്നുള്ളതേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതനുസരിച്ചിട്ട് ആരും നമുക്ക് എന്തെങ്കിലും ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ഗുരുവിനായി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ അറിവ് വിട്ടു. അറിവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നമ്മളെന്താണ് ഈ 24 ഗുരുക്കന്മാരെ കുറിച്ചൊക്കെ പറയുന്നില്ലേ ഭാഗവതത്തിൽ, തേനീച്ച ഗുരുവാണെന്ന്. തേനീച്ച ഗുരുവാണെന്ന് പറഞ്ഞാൽ ഇനി തേനീച്ചയുടെ പിന്നാലെ ഗുരുവാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുന്നില്ലല്ലോ. ഇതാണ്. ഇതേമാതിരി എന്താണ് ഈ കുപ്പിവള 2 വളയാണ് കുട്ടിക്കോ, 2 വള കയ്യിലിട്ടുകൊണ്ട് ഒരു പെൺകുട്ടി അവലിടിച്ചു കഴിയുമ്പോൾ അതിനകത്തുനിന്ന് ഈ വളകൾ മുട്ടിയിട്ട് ശബ്ദമുണ്ടാക്കുന്നത്
മുട്ടി ശബ്ദമുണ്ടാക്കി കഴിയുമ്പോൾ ആൾക്കാർ ഞാനിത് നെല്ലിടിക്കുകയാണ് അവലിടിക്കുകയാണ് എന്ന് മനസ്സിലാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓരോ വള ഊരി. അപ്പോൾ ഉടൻ തന്നെ അത് ഗുരുവായി. ആ വ്യക്തി, ആ പെൺകുട്ടി ഗുരുവായി. അവൻ പെൺകുട്ടി ഗുരുവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം പെൺകുട്ടിയെ സേവിക്കാൻ വേണ്ടി ഗുരുവാണ്, എൻ്റെ ഗുരുവാണെന്ന് പറഞ്ഞ് നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതേമാതിരിയാണ് നമ്മളിവിടെ വിവേകം കാണിക്കണം. അവിടെ വിവേകം എന്താ കാണിക്കേണ്ടത്? വിവേകം കാണിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപാസിക്കാൻ യോഗ്യമായിട്ടുള്ളത് ഈശ്വരനെ തന്നെ, പരമേശ്വരനെ തന്നെയാകുന്നു. പ്രകാരം നമ്മൾ ബുദ്ധിയെ നമ്മുടെ ധാരണകളിൽ നിന്ന് മാറ്റിയെടുക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം. മറ്റേത് നമ്മൾ ഒരുപാട് ധാരണകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ധാരണകൾ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി ഒരുപാട് കഥകളും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കഥകളൊക്കെ കൊള്ളാം. പക്ഷെ പലപ്പോഴും കഥകൾ ഓരോരുത്തരും ഉണ്ടാക്കി വിടുന്ന കഥകളാണ് നമ്മൾ മറന്നു പോകുന്നത്. അപ്പോൾ അതവർക്കൊരു വിനോദം. പക്ഷേ ചിലർക്കത് സത്യമായിട്ട് തീരുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങളായിട്ട് തീരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചില വിവേക ബുദ്ധിയോട് കൂടിയിട്ട് ഇവിടെ ചില പ്രയത്നങ്ങൾ നടത്തണം. അപ്പോൾ ഇവിടെ എന്താണ് നമുക്കിവിടെ എന്ന് പറയുന്നത്? ആത്മനിഷ്ഠമായിട്ടുള്ള തത്വത്തിലേക്കാണ് എത്തേണ്ടത്, അല്ലാതെ ബാഹ്യനിഷ്ഠമായിട്ടുള്ള മറ്റൊന്നിലേക്കല്ല എത്തേണ്ടത്. ഇത് നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കി വെക്കണം. നമ്മൾ അന്വേഷിക്കുന്നത് ആത്മാനം ചേത് വിജാനീയാത് അഹമസ്മീതി പുരുഷഃ കിമർത്ഥം കസ്യ കാമായ ശരീരമനുസഞ്ചരേ. ആത്മാനം ചേത് വിജാനീയാത്. ഈ ആത്മാ ആണ് നമ്മൾ അറിയേണ്ടത് എന്ന്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കിമർത്ഥം കസ്യകാമായ, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പീഡനങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് പരമാത്മാവിനെ തന്നെ ആണ്, പരമേശ്വരനെ തന്നെയാണ് ഉപാസിക്കേണ്ടത്, പരമേശ്വരനെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. മറ്റൊരാളിനെ അല്ല എന്ന്. അതുകൊണ്ട് അന്യാർത്ഥം തു ജൈമിനിഹി പ്രശ്നവ്യാഖ്യാനാഭ്യാം അപി ച ഏവമേകേ എന്ന്. ജൈമിനി മഹർഷി ജീവപ്രധാനമോ ബ്രഹ്മപ്രധാനമോ എന്ന് വാദിപ്പാൻ യോഗ്യമായിട്ടുള്ള ഒന്നല്ല. അപ്പോൾ അതുകൊണ്ടാണ് ജൈമിനി മഹർഷി പറയുന്നത് പ്രശ്നവ്യാഖ്യാനാഭ്യാം, ചോദ്യോത്തരങ്ങൾ കൊണ്ട് അന്യാർത്ഥം, ഇവിടെ കാണുന്ന ജീവശബ്ദം പരമാത്മജ്ഞാനത്തെ ജനിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് കരുതുന്നു എന്ന്. അതായത് ഇവിടെ അന്യാർത്ഥം തു ജൈമിനിഹി പ്രശ്നവ്യാഖ്യാനാഭ്യാം, പ്രശ്നങ്ങളും ചോദ്യോത്തരങ്ങൾ കൊണ്ട് ജൈമിനി മഹർഷി പറയുന്നത് ഇത് പരമാത്മാവിനെ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നതാണ് അന്യാർത്ഥം. അന്യാർത്ഥം എന്ന് പറഞ്ഞാൽ ജീവപ്രധാനമായിട്ടുള്ളതോ പ്രാണപ്രധാനമായിട്ടുള്ളതോ അല്ല. അപിച്ച എന്ന് മാത്രമല്ല ഏകെ ചിലർ എന്ന ഏകെ എന്ന് പറഞ്ഞാൽ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പുറത്തുള്ള നാട്ടുകാരെ കുറിച്ചല്ല പറഞ്ഞത്, പകരം വേദശാഖ. അപ്പോൾ ഇവിടെ നമുക്ക് വാചസ്സനേയ ശാഖ, ജീവനെ കൂടാതെ വേറെ തന്നെ പരമാത്മാവിനെ ഉപദേശിച്ചിട്ടുമുണ്ട്. ഇതാണ് നമ്മൾ അന്യേ അപി ച ഏവമേക. മറ്റൊരിടത്ത് നടത്തം എന്ന് പറഞ്ഞാൽ വാചസ്സനേയ ശാഖയിൽ ജീവനെ കൂടാതെ പരമാത്മാവിനെ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്ക് ഈ ശാഖാഭേദം എന്ന് പറയുന്നത്. ഒരിടത്ത് നമ്മൾ ഈ ശാഖാഭേദത്തെക്കുറിച്ച് മുമ്പും കാണുകയുണ്ടായി. ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളൊക്കെ അവിടെ നമ്മൾ ഈ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല. എന്തായിരുന്നു പഞ്ചദേവതകൾ ഒരു ഭാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രാണാദിപഞ്ച എന്നുള്ള ആ ഭാഗം. യേഷ വിജ്ഞാനമയ പുരുഷ ക്വൈഷ തദാഭൂത് കുതയേ തദാകാത് യേഷ അന്തർഹൃദേ ആകാശ തസ്മിൻ ശേതേ. ഈ പുരുഷൻ ഉറങ്ങുമ്പോൾ എവിടെ പോകുന്നു എന്നുള്ളതാണ് ചോദ്യം. അതാണ് യേഷ വിജ്ഞാനമയ പുരുഷ ക്വൈഷ തദാഭൂത് കുതഃ ഏതദാഗതാത്. എങ്ങോട്ട് പോകുന്നു, എങ്ങോട്ട് വിജ്ഞാനമയനായ ഏതൊരു പുരുഷനുണ്ടോ ആ പുരുഷൻ എവിടെയിൽ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു. യേഷു അന്തർഹൃദയ ആകാശ തസ്മിൻ ശേതേ. ഈ അന്തർഹൃദയം, ഈ ഹൃദയത്തിലുള്ള ആകാശത്തിൽ യാതൊരു ജീവൻ ഉറങ്ങുന്നു. ആകാശ ശബ്ദം പരമാത്മാവിനെ കാണിക്കുന്നതിനാൽ ആ പരമാത്മാവിൽ തന്നെയാണെന്ന് അറിയണം. അപ്പം നമ്മളിപ്പോഴും ഈ ആകാശത്തിൽ, ഹൃദയാന്തർഗതമായ ആകാശത്തിൽ ശയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ആകാശം പരമാത്മാവാണ്. ശയിക്കുന്നവൻ എവിടെ? ശയിക്കുന്നവൻ ജീവാത്മാവാണെന്നുണ്ടെങ്കിൽ എതിൽ ശയിക്കുന്നു? പരമാത്മാവിൽ തന്നെ ശയിക്കുന്നു.
സർവയേതേ ആത്മനോ വിച്ചരന്തി, ഇവയെല്ലാം പരമാത്മാവിൽ നിന്ന് വെളിപ്പെടുന്നു. ഇതാണ് ഇതിൻ്റെ സാരം എന്നുള്ളത്. അപ്പം പരമാത്മാവ് തന്നെയാകുന്നു ഇത് സൃഷ്ടിക്ക് കാരണമായിട്ടുള്ളതെന്നുള്ളതാണ് ഈ പ്രകരണത്തിൽ, ഈ 5-ാം അധികരണത്തിൽ, അതായത് ബാലാഖ്യാധികരണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.